സ്വാഭാവികമായ ഒരു കച്ചവടത്തിൻ്റെയും കൂടി ഒരു അംശം അതിൽ പേറുന്നുണ്ട്. അതിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നുണ്ടാകുന്നു. ചില സമയത്ത് നേരത്തെ ഈ ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നതൊക്കെ വളരെ ആപേക്ഷികമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഉണ്ട്. അപ്പോൾ പ്രേക്ഷകൻ്റെ ശ്രദ്ധ മാറിപ്പോകുന്ന ധാരാളം സാഹചര്യങ്ങൾ നാടകം കളിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. പിള്ള ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നാടകം 7 മണിക്ക് തുടങ്ങുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ 7 മണിക്ക് തന്നെ തുടങ്ങണം. 7 മണി 5 മിനിറ്റ് കഴിഞ്ഞാൽ ആളുകൾ മുഷിയും. അങ്ങനെ ആ കർട്ടൻ 7 മണിക്ക് കൃത്യം ഉയർത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സിനിമയുടെ കാര്യം എടുക്കുക. സിനിമ തുടങ്ങാൻ വൈകിയാൽ ആളുകൾ കൂക്കും. ആ കൂക്കലും അത് പ്രേക്ഷകരുടെ ഒരു സർഗ വൈഭവത്തിൻ്റെ അവരുടെ സർഗവാസനയുടെ ഒരു ഭാഗമാണ്. സിനിമക്കത് പ്രശ്നമില്ല. സിനിമക്ക് കുറേ കൂക്കി ഉണ്ടായാലൊന്നും ഒരു സിനിമയെ ബാധിക്കുകയില്ല. പക്ഷേ നാടകം അങ്ങനെയല്ല. നാടകത്തിൽ ചെറിയ ഒരു അപശബ്ദമുണ്ടായാൽ നാടകത്തിൻ്റെ ആസ്വാദനം കുറഞ്ഞു പോകും. അതാണ് നാടകത്തിൻ്റെ ഒരു സവിശേഷതയും അതിൻ്റെ ഒരു സൂക്ഷ്മതയും. അതുകൊണ്ട് നാടകത്തിൽ ഏർപ്പെടുന്ന ആളുകൾ വളരെ ശ്രദ്ധാപൂർവമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, എങ്ങനെയാണ് നാടകം ആസ്വദിക്കപ്പെടുന്നത് എന്നൊരു വിഷയമുണ്ട്. നാടകത്തിനെ സംബന്ധിച്ച് ദശലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലേഖനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, എങ്ങനെ ഈ നാടകം പ്രേക്ഷകന് ഹൃദ്യമാകുന്നു, അവൻ എങ്ങനെ ഇത് സ്വീകരിക്കുന്നു എന്നതാണ്. എങ്ങനെ സ്വീകരിക്കുന്നു എന്നാലോചിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രേക്ഷകൻ്റെ മനസ്സിൻ്റെ ഘടന, മനസ്സിൻ്റെ സങ്കീർണത, അവൻ്റെ മോഹങ്ങൾ, സ്വപ്നങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അവനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു വേണ്ടി ആണ് പ്രേക്ഷകൻ ഈ നാടകം കാണാൻ വരുന്നത്. അവൻ്റെ പ്രണയങ്ങൾ, അവൻ്റെ ദുരന്തങ്ങൾ എല്ലാം കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അത് അവൻ്റെ ജീവിതത്തെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാഷ്ട്രീയമായ കാര്യങ്ങൾ, ദുരിതങ്ങളുടെ കാര്യങ്ങൾ, പിന്നെ കഷ്ടപ്പാടുകളുടെ കാര്യങ്ങൾ, അവഹേളനങ്ങളുടെ കാര്യങ്ങൾ, അവഗണനയുടെ കാര്യങ്ങൾ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ അത് കലാപരമായി അതിൻ്റെ ഒരു പെർഫെക്ഷൻ എങ്ങനെ സാധിക്കാം എന്നുള്ളതാണല്ലോ നാടകകൃത്തുക്കളുടെയും നാടക പ്രവർത്തകന്മാരുടെയും ചിന്താവിഷയം. അതിനാണ് ലക്ഷണ ഗ്രന്ഥങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത് ലോകത്തെല്ലായിടത്തും. നമുക്കാണെങ്കിൽ ലോകത്തിൽ ഒരിടത്തുമില്ലാത്ത അത്ഭുതകരമായ ഒരു നാട്യശാസ്ത്ര ഗ്രന്ഥമുണ്ട്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന ഒരു ഗ്രന്ഥം. അത് യൂറോപ്യന്മാരൊക്കെ ആ ഗ്രന്ഥം കണ്ടിട്ട് വായിച്ചിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം എങ്ങനെ ഉണ്ടാവണമെങ്കിൽ എത്ര ഉത്കൃഷ്ടമായ നാടകങ്ങൾ അതിനു മുമ്പ് ഉണ്ടായിരിക്കണം, ഈ ഭരതമുനി കണ്ടിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയാണല്ലോ ലക്ഷണ ഗ്രന്ഥങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം കൃതിയാണല്ലോ ഉണ്ടാവേണ്ടത്. കൃതി ആധാരമാക്കിയിട്ടാണല്ലോ ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നാട്യശാസ്ത്രം പോലെ ഇത്ര ആധികാരികമായി ഇത്ര സമഗ്രമായ ഒരു ഗ്രന്ഥം ഉണ്ടാവണമെങ്കിൽ അതിന് മുന്നോടിയായി അതിമഹത്തായ കൃതികൾ ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനവർ ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്, ഉത്തമമായ നാടകങ്ങളുടെ ചില ലക്ഷണങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ പഞ്ചസന്ധി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഭരതമുനി നിർദ്ദേശിക്കുന്നത്. അതില്ലാത്ത ഒരുപാട് നാടകങ്ങളും അക്കാലത്തുണ്ടായിരിക്കും. പിന്നെ എന്താണ് ഇത്തരം കാര്യങ്ങൾ നിർബന്ധിക്കാൻ കാരണം? അത് ആസ്വദിക്കപ്പെടുവാൻ ഏറ്റവും സൗകര്യമായ ഒരു സ്ട്രക്ചർ അതിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നാടക അനുഭവങ്ങൾ, നാടക അവതരണ അനുഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയതാണത്. അത് എല്ലാ കാലവും തുടരുകയില്ല, നമുക്കറിയാം. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ വാസനകൾ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, മനുഷ്യൻ്റെ ചിന്തകൾ, മനുഷ്യൻ്റെ അവബോധങ്ങൾ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് മാറും. അതിലിങ്ങനെ മാറ്റം വന്നുകൂടി. അതാണ് ഈ നമ്മുടെ വിഷയം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇങ്ങനെ അപ്പം മാറിക്കൊണ്ടിരിക്കണം സ്വാഭാവികമായി. ഭൗതികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉണ്ടാകുന്ന അറിവുകൾക്കനുസരിച്ച് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ നാടകത്തിൻ്റെ കാര്യമെടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ മഹത്തായൊരു പാരമ്പര്യമുള്ള ഒരു ജനതയാണ് നമ്മളെങ്കിലും അങ്ങനെ ഒരു ഭാഷയിൽ ഉള്ള നാടക ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ കാളിദാസൻ, ഭാസൻ തുടങ്ങിയ ആളുകളുടെ അത്ഭുതകരമായ നാടകങ്ങൾ നമ്മുടെ
രാജ്യത്ത് പിറവിയെടുത്തിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ നാടകം എന്ന് വിളിക്കുന്നത് അതിനെയല്ല. നമ്മൾ നാടകം എന്ന് വിളിക്കുന്നത് നമ്മുടെ വിദേശത്തു നിന്ന് വന്ന പിന്നെ ഷേക്സ്പിയർ നാടകങ്ങളെ അനുകരിച്ചുകൊണ്ട് അന്ന് നമ്മുടെ ഭരണാധികാരികളായ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് അവരുടെ ആനന്ദത്തിന് വേണ്ടി കളിച്ചു തുടങ്ങിയ നാടകങ്ങൾ നമ്മുടെ ആളുകൾ കാണുകയും അതിനെ അനുകരിച്ചുകൊണ്ട് അവർ നാടകം ഉണ്ടാക്കുകയും ചെയ്ത ആ നാടകമാണ്. അതാണ് നമ്മുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ നാടകം. ഇപ്പം മനോജ് പറഞ്ഞതുപോലെ വെസ്റ്റേൺ നാടകത്തിൻ്റെ അത്ഭുതകരമായ സാധ്യതകൾ നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് സി ജെ തോമസ് അദ്ദേഹത്തിൻ്റെ ഉയരുന്ന യവനിക എന്ന പിന്നെ ഈ ലക്ഷണ ഗ്രന്ഥത്തിൽ ഒരുപക്ഷേ മലയാളത്തിലുണ്ടായ ഏറ്റവും പഴയതും എന്നാൽ ഏറ്റവും സമഗ്രവും ഏറ്റവും ആധികാരികവുമായ ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ ഉയരുന്ന യവനിക എന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച നാടകകൃത്തുകളിൽ ഒരാൾ, ഞാൻ ഏറ്റവും മികച്ച നാടകകൃത്ത് എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിക്കും. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഈ ബോധം, നമ്മുടെ ഒരു നാടക സങ്കല്പം വാസ്തവത്തിൽ ഇപ്പോൾ വിദേശ നമുക്ക് പരിചയമുള്ള ഇംഗ്ലീഷ് നാടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിനുണ്ടാകുന്ന പരിവർത്തനങ്ങൾ, അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കവിതയെയും നമ്മുടെ കഥയെയും നമ്മുടെ നിരൂപണത്തെയും എല്ലാം എത്രയേറെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശ പിന്നെ ചിന്തകൾ തന്നെയാണ്. അതിലൊരു പിന്നെ ഒരു അപമാനത്തിൻ്റെയോ അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം നമ്മുടെ രാഷ്ട്രീയം അങ്ങനെയാണ്, നമ്മുടെ ജനാധിപത്യം അങ്ങനെ ഉണ്ടായെന്നാണ്, നമ്മുടെ സോഷ്യലിസം എന്ന ആശയം വിദേശീയമാണ്, നമ്മുടെ വസ്ത്രങ്ങൾ വിദേശീയമാണ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ എല്ലാ ആധുനിക ഉപകരണങ്ങളും വിദേശത്ത് വന്നതാണ്, നമ്മുടെ സൈക്കിൾ വിദേശത്ത് വന്നതാണ്, എല്ലാം അങ്ങനെയാണ്. അതിൽ നമുക്കൊരു അപമാനിതനാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആ നാടകത്തെ നമ്മുടെ ആളുകൾ വളരെ ഏറെ ഈ സ്വന്തം ആത്മാംശം സമർപ്പിച്ചുകൊണ്ട് അതിനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് മനോജനും പറഞ്ഞ കാര്യങ്ങൾ. ആ നാടകത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്താണ് എന്നാലോചിക്കുമ്പോൾ ഈ സംവേദനക്ഷമതയിൽ ഉണ്ടായ മാറ്റങ്ങൾ അത് പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒരു ചെറിയ മടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരേ രീതിയിലുണ്ടാകുന്ന ഒരു അച്ചിൽ വാർത്ത നാടകങ്ങൾ ഉണ്ടായപ്പോൾ, ഇപ്പോൾ സിനിമകൾ അങ്ങനെയായിരുന്നു. അച്ചിൽ വാർത്ത സിനിമകൾക്ക് ചില നിയമങ്ങളുണ്ട് എന്നൊക്കെ ആളുകൾ നിഷ്കർഷിച്ചിരുന്നു. നാടകത്തിലും അങ്ങനെ വേണം എന്ന് പറഞ്ഞിരുന്നു. ഒരു നാടകം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഫലശ്രുതി, അതായത് ഒരു ലക്ഷ്യം വേണം, അതിനൊരു സന്ദേശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു നടന്ന ആളുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള അതിൻ്റെ ചട്ടവട്ടങ്ങളിൽ ഒരേ അച്ചിൽ നിരത്തിയ നാടകങ്ങൾ വന്നപ്പോഴാണ് ആളുകൾ അത് തിരസ്കരിച്ചത്. നാടകത്തിന് പ്രേക്ഷകർ നമ്മുടെ പ്രാദേശിക കലാസമിതികളിലൊക്കെ പണ്ട് ഒരുപാട് ആളുകൾ അന്ന് നാടകങ്ങൾ കാണുമായിരുന്നു. ഞങ്ങളൊക്കെ നാടകം കളിക്കുന്ന കാലത്ത് ഒരു 10-20 കൊല്ലം എൻ്റെ കാസർഗോഡ് കലാകേന്ദ്രത്തിലൊക്കെ വാർഷിക ആഘോഷങ്ങളിൽ ആ ആൾത്തിരക്ക് അത്രയേറെ ആളുകൾ വന്ന് ചേരുമായിരുന്നു. അങ്ങനെ അതങ്ങനെ നാടകം വളരെ അവരുടെ ഹൃദയത്തോട് ചേർന്ന ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ഈ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടത് ഇവിടെ ആരും ഉണ്ടാവുകയില്ല എന്നാണ്. കാരണം ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊരു മഹാഭാഗ്യം, കുറേ ആൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നാടകത്തിനോട് പിന്നെ നാടകവുമായ ഒരു അകൽച്ച സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്വം നാടക പ്രവർത്തകന്മാർക്ക് തന്നെ. അതിൽ ഒരു വലിയ പരിധിവരെ അവരെ അങ്ങനെ അത് സ്ഥാപിക്കപ്പെടുമ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമ അതിലൊരു വളരെ പിന്നെ ഒരു ചീത്തയായ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവരുടെ നാടകങ്ങൾ പിന്നെ ആളുകളെ മടിപ്പിക്കുകയും ആളുകൾക്ക് മനസ്സിലാവാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് നാടകത്തിൻ്റെ പുതിയ രൂപം, അതാണ് എന്ന ഒരു ധാരണ പരത്തുകയും അത് വശമില്ലാത്തവർ ഒരു നാടക വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്, നിരക്ഷരായ നാടകക്കാർ ആണ് എന്നൊരു ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇടയ്ക്ക് തിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനോജൻ തന്നെ ധാരാളം നാടകങ്ങൾ നമ്മളെയൊക്കെ വളരെ സന്തോഷിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്ത് സമ്മാനങ്ങൾ നേടിയ ആൾ നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ചർച്ചയിലേക്ക് ഒന്ന് ചുരുക്കി വന്നാൽ അടുത്ത സെഷനിലേക്ക് വരാം. അല്ല സോറി, അടുത്ത റൗണ്ടിൽ ആ ചോദ്യത്തിലേക്ക്. ഓക്കെ, രാജം സാറ് പറഞ്ഞ അല്ലെങ്കിൽ രാജേട്ടൻ പറഞ്ഞ അവസാനത്തെ ഒരു കാര്യത്തിനോട് മോഡറേറ്റർ എന്ന നിലയിൽ എനിക്ക് വലിയ വിയോജിപ്പ് ഉണ്ട്. അത് പറഞ്ഞ് ഞാൻ മനോജേട്ടനിലേക്ക് പോകാം. അതായത് ഒരു കല എന്ന നിലയിൽ ഏതൊരു കലയും
അത് നിരന്തരമായ പരിണാമങ്ങൾക്ക് വിധേയമായില്ലെങ്കിൽ, കാരണം സൊസൈറ്റി വലിയ ആന്തരികമായ പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അതിനോടൊപ്പം ചലിക്കുന്ന കലകളും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ഒരു പ്രേക്ഷകരും കലയും തമ്മിലുള്ളൊരു വിദൂര ബന്ധം ഉണ്ടാവുകയും ആ കലയ്ക്ക് സ്വാഭാവികമായ ശേഷിക്കുറവുണ്ടാവുകയാണ് ചെയ്യുക. ഇപ്പൊ സിനിമയൊക്കെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ഏറ്റവും പുതിയ കാലത്തിലേക്ക് എത്തുമ്പോൾ അതിനോടൊപ്പം പ്രേക്ഷകർ അതിൻ്റെ പല ജോണറുകളിൽപ്പെട്ട ലോകങ്ങളോട് പ്രേക്ഷകർ വളരെ അടുത്ത ബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ നാടകത്തിനായിട്ടൊരു പ്രേക്ഷകർ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അടിയാള പ്രേതം, ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയെ കുറിച്ച് പറഞ്ഞു, അത് കേരളത്തിൽ ഒരു വലിയ ഇത്തരം പ്രേക്ഷകരെ നാടകത്തിനെ കുറിച്ചുള്ള ചില അവബോധങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച PF മാത്യൂസിന്റെ ഏറ്റവും പുതിയ നോവലുകളിലൊന്ന് അടിയാള പ്രേതം അവിടെ കളിക്കുകയുണ്ടായി. 3.25 മണിക്കൂറാണ് നാടകം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശങ്കർ വെങ്കടേഷിന്റെ വാട്ടർ സ്റ്റേഷൻ എന്ന നാടകം ഞാൻ കോഴിക്കോട് വെച്ച് കണ്ടിരുന്നു. ആ നാടകം ഒരു 2 മണിക്കൂർ നാടകമാണ്. ആ നാടകത്തിനകത്ത് ഡയലോഗ് പോലുമില്ല. വാട്ടർ സ്റ്റേഷൻ ഓരോ ആർട്ടിസ്റ്റുകൾ സ്റ്റേജിന്റെ ഒരറ്റത്ത് നിന്ന് സെൻട്രൽ സ്റ്റേജിലേക്ക് എത്തുന്നത് 10-15 മിനിറ്റ് എടുത്തിട്ടാണ്. ഇത് വളരെ ഒരു ദൈവികമായ ഒരു കൃത്യം നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഉപചാര കർമ്മം നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണോ നിങ്ങളുടെ സാന്നിധ്യം ആ സമയത്ത് ക്ഷമ ആവശ്യപ്പെടുന്നത്, അതുപോലെ ഒരു കലയോട് കാണിക്കുന്ന ഒരു ക്ഷമ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് പല ജോണറുകളിൽപ്പെട്ട ഇതുണ്ട്. ഇപ്പൊ മനോജേട്ടൻ തന്നെ അമ്പലപ്പറമ്പുകൾക്ക് വേണ്ടി നാടകം ചെയ്യുന്നുണ്ട്. KPSCയും മറ്റ് സംഘങ്ങളോടൊക്കെ ചേർന്ന് നാടകം ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് ശാസ്ത്ര നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് സ്കൂൾ ഓഫ് ഡ്രാമ ടൈപ്പ് മനോജേട്ടൻ്റെ ചെയ്ത ഏറ്റവും മികച്ച നാടകങ്ങളിലൊന്ന് എനിക്കിഷ്ടപ്പെട്ട, ഞാൻ ആ നാടകത്തിനെ കുറിച്ച് എഴുതിയിരുന്നു, സിംഗപ്പൂർ കാക്ക എന്ന സന്തോഷിച്ചി ഗാനത്തിന്റെ ഒരു കഥയെ പല റിങ്ങുകൾ ഉപയോഗിച്ച് സംസ്ഥാന ജനോത്സവത്തിന് 1ാം സ്ഥാനം കിട്ടിയ ഒരു നാടകമായിരുന്നു. ആ നാടകമൊക്കെ നമുക്ക് അതായത് ഒരു മുൻകാലത്തെ അരങ്ങുകളിൽ ഒരു സംവിധായകന് ഭാവന ചെയ്യാൻ പറ്റാത്ത നിലയിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റിനെ അദ്ദേഹം ഭാവന ചെയ്ത് അല്ലെങ്കിൽ അരങ്ങാവിഷ്കരണത്തിലേക്ക് മാറ്റിയെടുത്തത്. സന്തോഷിക്കാനും അവിടെ ഉണ്ടായിരുന്നു അത് കാണാൻ. ഞാൻ പറഞ്ഞത് ഒരേ സമയം പല പ്രേക്ഷകരാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ അമ്പലപ്പറമ്പിലെ പ്രേക്ഷകനല്ല സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രേക്ഷകൻ, അവിടുത്തെ പ്രേക്ഷകനല്ല ശാസ്ത്ര നാടകത്തിലെ പ്രേക്ഷകൻ, അവിടുത്തെ പ്രേക്ഷകരല്ല പലപ്പോഴും ഇപ്പോക്കിലെ പ്രേക്ഷകർ. പല പ്രേക്ഷകരാണ്. ഇത് സിനിമയുടെ കാര്യത്തിലും കവിതയുടെ കാര്യത്തിലും നോവലിന്റെ കാര്യത്തിലും ഒക്കെയുണ്ട്. നമ്മൾ ഒരു വലിയ ആൾക്കൂട്ടം പിൻപറ്റുന്നത് എപ്പോഴും ഒരു യാഥാസ്ഥിതികമായ ഒരു ഫോമിനകത്തെ പിന്തുടരാനായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കാണുക. ഒരേ സമയം മനോജേട്ടൻ ആ യാഥാസ്ഥിതികത്വത്തിന്റെ ഫോമിനെയും പിന്തുടരുന്നു, അതേസമയം ഏറ്റവും പുതുമയുള്ള സങ്കേതങ്ങളെയും ആവിഷ്കരിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, പല നിലയിലുള്ള പല ജോണറുകളിൽ പെട്ടിട്ടുള്ള ഈ ഒരു കലയെ പല നിലയിൽ ആവിഷ്കരിക്കുന്ന ഒരു സംവിധായകന്റെ സംഘർഷമുണ്ടാവും പല കാണികൾ എന്ന നിലയിൽ. എങ്ങനെയാണ് ആ ആലോചനയെ ചേർത്ത് നിർത്തി ഒരു അരങ്ങിലേക്ക് ഒരു സ്ക്രിപ്റ്റിനെ കൊണ്ടുവരുമ്പോൾ എന്ന ഒരു ചോദ്യത്തിനുള്ള സംഭാഷണമാകാം. ഈ പറഞ്ഞതുപോലെ ഒരു വൈവിധ്യം തന്നെയാണ് നാടകത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഒരു നാടകവേദി തന്നെ എടുത്തു നോക്കാം നമുക്ക്. നമ്മൾ ഇപ്പോൾ വടകര നിന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും വളരെ ശക്തമായൊരു കുട്ടികളുടെ നാടകവേദിയെ മാറ്റുന്നതിൽ ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും പങ്കുവച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഞാനൊക്കെ വില്യാപ്പള്ളിയിലാണ് എൻ്റെ വീട്. അപ്പോൾ വില്യാപ്പള്ളി UP സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂൾ ഉണ്ടായിരുന്നു. വില്യാപ്പള്ളി UP സ്കൂളിൽ വെച്ചാണ് ഈ ചാത്തുമാൻ്റെ ചെരുപ്പ്, അതുപോലെ പാവകൾ എന്നൊക്കെ പറഞ്ഞ നാടകം, അതുപോലെ ഇവിടെ ചീനമ്പടി UP സ്കൂളിലെ ചോക്ക് സർക്കിൾ, ഇതൊക്കെ നാടക ചരിത്രത്തിൽ കുട്ടികളുടെ നാടകം. ഞങ്ങളൊക്കെ തൊട്ട് മുമ്പ് നാടകം കളിച്ചവരാണ് സ്കൂള്. ഈ മുതിർന്നവർ കളിക്കുന്ന നാടകങ്ങൾ അതേപോലെ കളിക്കുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി, അവരൊരു സൗന്ദര്യശാസ്ത്രം, ഇതൊക്കെ വെച്ചുകൊണ്ട് കുട്ടികളുടെ നാടകവേദിയുടെ ഒരു മാറ്റമായിരുന്നു. കുട്ടികളുടേതായിട്ടുള്ള ചിൽഡ്രൻസ് തിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു അതിൻ്റെയൊക്കെ ഇടയിൽ വെച്ചാണ് ഞങ്ങളൊക്കെ നാടകത്തെ പ്രവർത്തനത്തിൽ വന്നത്. ആ സമയത്ത് തന്നെയാണ് ശങ്കർപിള്ള സാറൊക്കെ കുട്ടികളുടെ നാടകത്തെ മാറ്റുന്നതിൽ കുട്ടികളുടെ സദസ്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ കുട്ടികളുടെ നാടകം മുതിർന്നവർ കാണുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മനസ്സോടുകൂടി നിങ്ങൾ കുട്ടികളുടെ നാടകം കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുട്ടികളുടെ ശക്തമായൊരു നാടകവേദി വരുന്നതിൽ ഇവിടെ നമുക്കറിയാം മാമിഡോ സ്കൂള് ഒക്കെ ഉണ്ടായിട്ടുള്ള നാടകങ്ങൾ വലിയ തരത്തിൽ ഒരുപാട് പോസ്റ്റ് ഓഫീസ് പോലുള്ള നാടകങ്ങൾ, വെള്ളരിക്കുന്നു എന്നൊക്കെ പറയുന്ന നാടകങ്ങൾ നമുക്ക് വലിയ ആവേശം ഉണ്ടാക്കിയ നാടകങ്ങളാണ്. ഒരുപക്ഷെ ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഞാനത് വിഷയത്തിൽ നിന്ന് മാറി സംസാരിക്കുന്നതല്ല, ഇവിടെ അത് നമുക്ക് ഓർമ്മിക്കേണ്ടതാണ്. വക്കം സുനിയേട്ടൻ എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ടായിരുന്നു. കേരളത്തിൽ
നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഒരു സ്കൂളിൽ 20-25 വർഷം ഒരേ സ്കൂളിൽ നാടകം ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര വലിയൊരു കാര്യമാണത്. അത് ഒരു സ്കൂളിൽ 25 വർഷമായി നാടകം ചെയ്യുന്നത് പറയുന്ന ആ നാടകം അദ്ദേഹത്തെയും ആ നാടകത്തിൻ്റെ ഒരു സംസ്കാരമുള്ള സ്ഥലത്തെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ഈ വ്യത്യസ്തമായിട്ടുള്ള നാടകങ്ങൾ ഇപ്പോൾ യുവജനോത്സവത്തിന് നാടകം ചെയ്യുന്ന സമയത്ത് നമുക്ക് യുവജനോത്സവ നാടകവേദി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള നാടക ചിന്തകളും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു മത്സരവേദി കൂടിയാണ്. അപ്പോൾ ഈ കാക്ക എന്ന് പറയുന്ന നാടകം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പതിവ് രീതിയിൽ വ്യത്യസ്തമായിട്ട് അങ്ങനെ അതിൻ്റെ ഒരു സബ്ജക്റ്റ് തന്നെ കിടക്കുന്നത് അങ്ങനെയാണ്. നാടകം എഴുതിയിട്ടുള്ള ആ നാടകത്തെ മാറ്റിയത്, നാടകം എഴുതുന്നതിനും നാടകം മാറ്റിയത് വിനീഷ് ബാലയാണ്. അദ്ദേഹമാണ് ആ നാടകമാക്കി മാറ്റുന്നത്. അതിലും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കൂ, ലോകത്തുള്ള ഒരുപാട് ഇപ്പോഴും നമ്മൾ ഷേക്സ്പിയർ നാടകം കാണുന്നു, പലതരത്തിലുള്ള നാടകം കാണുന്നു. ഇപ്പോഴും ആ നാടകത്തിൻ്റെ അവതരണം ഉണ്ടാകുന്നു. ലോകത്തുള്ള ഈ ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നത് ഒരു ലോകത്തുള്ള പല ആൾക്കാരായിരിക്കും. പക്ഷേ ഓരോ സംവിധായകരും കൊടുക്കുന്ന വ്യാഖ്യാനം വളരെ ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. കേരളത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത ഈ ജോബിഷ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഇപ്പോഴും കാക്കാരിശ് നാടകമുണ്ട്. ഇപ്പോഴും കാക്കാരിശ് നാടകം വളരെ ലൈവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഓരോ സ്ഥലങ്ങളിലും കാക്കാരിശ് നാടകം, കുറ്റിക്കോട് നാടകങ്ങൾ ഉണ്ട്. ഓരോ സ്ഥലത്തും ഓരോ തലത്തിലുള്ള വൈവിധ്യമുള്ള നാടകത്തിൻ്റെ തിയേറ്ററിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ രീതികളുണ്ട്. നമ്മൾ തന്നെ ഇവിടെ നാടകം പല രീതിയിലാണ്. പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നു, തൊഴിൽ നാടകവേദി എന്ന് പറയുന്നു, അമേച്ചർ നാടകം എന്ന് പറയുന്നു, ക്യാമ്പസ് തിയേറ്റർ എന്ന് പറയുന്നു, തെരുവ് നാടകം എന്ന് പറയുന്നു. അപ്പോൾ തെരുവ് നാടകത്തിലൊക്കെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാം വേറെ രീതിയിൽ നമ്മൾ ഇപ്പോൾ വയനാട് തന്നെ നാടുകത്തിയോ പോലുള്ള മനോജ് ഖാന ചെയ്ത ഉറാട്ടി പോലുള്ള നാടകങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം തന്നെ അവസാനം പറഞ്ഞ ഇപ്പം ദീപൻ ശിവരാമൻ്റെ നാടകം ഉബ്രോയി, അതിനു മുമ്പുള്ള അപ്പം ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ വടകരയിൽ നമ്മൾ KS ബിമലിൻ്റെ നാടകങ്ങൾ, ബിമലൊക്കെ നാടകത്തെ കണ്ടിരുന്നത്, നാടകത്തിൻ്റെ ഒരു സബ്ജക്റ്റൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഞാനും പങ്കാളിയായിരുന്നു. അപ്പോൾ ആ നാടകത്തെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നോവലിൽ നാടകമാക്കുമ്പോൾ അത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, അതിൻ്റെ ഒരു ആ നാടകത്തിൻ്റെ ഒരു സമകാലികമായിട്ടുള്ളൊരു പ്രാധാന്യം, എന്താണ് നാടകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതിനെ എങ്ങനെ നമ്മൾ കാലത്തുമായി ബന്ധപ്പെടുത്തുന്നു, ആ കാലത്തെ എങ്ങനെ ആ നാടകത്തോട് ചേർത്ത് വെച്ച് അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് നാടകത്തിൻ്റെ ഏറ്റവും പ്രധാനം. അപ്പോൾ വിവരൊരിക്കലും വേറൊരു നാടകം ചെയ്തിരുന്നു, ഒരു നഗരം എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത്. ഒരു നഗരത്തെ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് യുവജനോത്സവത്തിലുണ്ടായ ഒരു നാടകമാണ്. അപ്പോൾ അത്തരം ഒരു അധികാരത്തിനോടും അങ്ങനെ വളരെ സത്യസന്ധമായി എഴുതുന്ന ഒരു നാടകമായിരുന്നു. അപ്പോൾ എഴുത്തിലും ചിന്തയിലും ഒക്കെ ഉണ്ടായ ഒരു നിരന്തരമായൊരു നവീകരണം നാടകവേദിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വ്യത്യസ്തമായ നാടകങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും മനോജേട്ടൻ പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ നേരത്തെ തയ്യുള്ളിൽ രാജൻ മാഷ് ഇവിടെയുള്ള ഒരു നാടക പ്രേക്ഷകരെ സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ അത് ശിഥിലീകരിച്ചു എന്നൊക്കെയുള്ള കമന്റ് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അത് കുറച്ചുകൂടി വിശദീകരിക്കാനുള്ള അവസരം രാജൻ മാഷക്ക് ഞാൻ നൽകും. ഞാൻ കഴിഞ്ഞ വർഷം ഒരു നാടകത്തിൽ അഭിനയിച്ച് ഞാനൊരു പ്രേക്ഷകനായി പോയതാണ്. ജയപ്രകാശ് കുളൂരിന്റെ കുളൂർ നാടകോത്സവം നടക്കുകയാണ് കോഴിക്കോട്. അപ്പോൾ അവിടെ കുളൂരിന്റെ പല ആൾക്കൂട്ടമുള്ള നാടകമുണ്ട്. അവിടെയുള്ള കിണറിനെ വെച്ചിട്ട് അവിടെ അദ്ദേഹം നാടകം ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അതിനകത്ത് അവസരം കിട്ടിയത് ഒരു മുറി അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ആ നാടകത്തിൽ കാണിയായിട്ട് ഒരാൾക്ക് അതിലേക്ക് പ്രവേശിക്കാം. അതിൽ 10 ആൾക്കാണ് അവസരം, 5 or 10 ആൾക്ക്. അപ്പൊ ഞാൻ അത് കണ്ടപ്പോൾ ആ വരിയിൽ പോയി നിൽക്കുകയും രണ്ടാമത്തെ ആളായിട്ട് എനിക്ക് അവസരം കിട്ടുകയും ചെയ്തു. അപ്പൊ അതിനകത്തേക്ക് ഞാൻ കയറി. അപ്പോൾ ആ ആർട്ടിസ്റ്റ് ഒരു കബഡി പലകയുമായിട്ട് അവിടെ ഇരിക്കുന്നു. അദ്ദേഹം എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരു 5-8 മിനിറ്റിന് ശേഷം 5-8 മിനിറ്റിന് ശേഷം ഞാൻ ഇറങ്ങിപ്പോരുന്നു. അതിൽ ആരാണ് അഭിനയിച്ചതെന്ന് വെച്ചാൽ ഞാനും അവിടെ നേരത്തെയുള്ള ഒരു ആർട്ടിസ്റ്റും ഞാനും മാത്രമാണ്. ഒരു നാടകം, അത് ഞാൻ പറഞ്ഞത്. അതേസമയം മനോജേട്ടൻ ചെന്ന് ചെയ്ത, രജിത മധുവൊക്കെ ചെയ്ത ഒറ്റയാൾ നാടകമുണ്ട് അല്ലേ, ഏകാകിനി എന്ന ഒറ്റയാൾ നാടകം. ആ ഒറ്റയാൾ നാടകം മുതൽ കാസർഗോഡ് ഒരു ഗ്രാമം മുഴുവൻ പങ്കെടുക്കുന്ന, ഇപ്പൊ ഗസാക്ക് എന്ന് പറയുന്ന നാടകത്തിൽ ഒരു ഗ്രാമം മുഴുവനുമാണ് പങ്കെടുക്കുന്നത്. പല വീടുകളാണ് ആ നോവൽ വായിക്കുന്നത്. അതിന്റെ റിഹേഴ്സൽ നടക്കുന്നത് ദീപൻ ശിവരാമൻ പേഴ്സണലി എന്നോട് പങ്കുവെച്ചിരുന്നു. ഒരു ഹോസ്പിറ്റലിനകത്തേക്ക് ഒറിജിനലി ചെയ്യുകയാണ്, റോഡിലൊക്കെ വെച്ചിട്ട് ആളുകൾ. അങ്ങനെ വലിയ പങ്കാളിത്തത്തോടുകൂടി ജനകീയമായ, ഇത്രയും
ജനകീയത ഒരുപക്ഷെ പൂർവ്വകാലങ്ങളിൽ നമ്മളൊരു നാടകത്തിന്റെ വലിയ പാരമ്പര്യമൊക്കെ പറയുമെങ്കിലും KPSCയുടെ വണ്ടി പോകുമ്പോൾ ആളുകൾ വയലുകളിൽ നിന്നൊക്കെ ഓടി അതിന്റെ ഒരു വണ്ടിക്ക് ടാറ്റ പറയുന്നത് പോലും വലിയ ആഹ്ലാദമായി കണ്ടിരുന്ന ഒരു പാരമ്പര്യം പറയുമെങ്കിലും ഗസാക്ക് പോലെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒരു ടെക്സ്റ്റിന്റെ ഭാഗമാക്കി മാറ്റുക, അത് ലോകത്തിന്റെ പലയിടങ്ങളിൽ കളിക്കുക, അതുണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ എന്താ പറയാ ഒരു ഭയങ്കര ഒരു ഇന്റലിജന്റ് ആയ ഒരു സൊസൈറ്റിയും കൂടിയാണ് നിർമ്മിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരേ സമയം ഒരാൾ മുതൽ വലിയ ആൾക്കൂട്ടം വരെ പങ്കാളികളാകുന്ന ഒരു നാടക സംസ്കാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ നാടകം ആളുകൾ കൈയൊഴിയുന്നുണ്ട് എന്ന ആശങ്കയ്ക്ക് ഒട്ടും ഇതില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പൊ ഞാൻ നേരത്തെ സാർ പറഞ്ഞു ഇപ്പോ സ്കൂൾ ഓഫ് ഡ്രാമ ചെയ്യുന്ന തനത് നാടകങ്ങൾ ആളുകൾക്ക് പലപ്പോഴും യാഥാസ്ഥിതികമായ ഒരു പ്രേക്ഷകർക്ക് കാവാലത്തിന്റെ ഒന്നും നാടകത്തിനോട് എത്രമാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അഗ്നിവർണ്ണന്റെ കാലുകൾ പോലുള്ള നാടകം എടുത്ത് കണ്ടാൽ ഇത്രമാത്രം ഭരണകൂടത്തെ വിമർശിക്കുന്ന അതിഗംഭീരമായൊരു നാടകം, അതിനകത്ത് നമ്മുടെ തദ്ദേശീയമായ ആർട്ട് ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ നാടകം ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്കത് യൂട്യൂബിൽ കാണാം. ആ നാടകം തുടങ്ങി അവസാനിക്കുന്നത് വരെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ സമയം ഭരണകൂട വിമർശനം നടത്തുന്നു. ആർട്ടിന്റെ ഏറ്റവും സൗന്ദര്യാത്മകമായ രൂപവുമായിട്ടുള്ള വിനിമയം സാധ്യമാകുന്നു. അങ്ങനെ പല ജോണറുകളിൽപ്പെട്ട ഒരു ലോകത്തോടുള്ള വിനിമയം ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ആർട്ടിസ്റ്റ് എന്താ പറയാ പ്രേക്ഷകർ എന്ന നിലയിൽ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൈയൊഴിഞ്ഞു എന്ന തോന്നൽ ഉണ്ടായത് എന്നതിനോട് കുറച്ചുകൂടി അധികം ചേർത്ത് സംസാരിക്കാനുണ്ടാവും. അതിനെ തുടർച്ചയായി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം. ഞാൻ ഈ സ്കൂൾ ഓഫ് ഡ്രാമയെ തള്ളിപ്പറഞ്ഞതല്ല. അവര് വലിയ മഹത്തായ സംഭാവനകൾ ചെയ്ത ഒന്നാണ് ഈ ശങ്കരപിള്ള സാറിൻ്റെ സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമ. അതിനെ അങ്ങനെയല്ല പറഞ്ഞത്. അതിൻ്റെ പ്രവർത്തനത്തിന് ശേഷം അവർ അവതരിപ്പിച്ച ചില നാടകങ്ങളുടെ ശേഷം അതിൻ്റെ വികലമായ അനുകരണങ്ങൾ ധാരാളം ഉണ്ടാവുകയും അതാണ് ആ നാടകത്തിൻ്റെ ഭാഗം എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും അത് അവരകറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രവർത്തനങ്ങളെ പറ്റിയോ അതിനെപ്പറ്റിയോ എനിക്ക് ഒരു യോജിപ്പില്ല, എനിക്ക് ബഹുമാനമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ നാടകങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതൊക്കെ വളരെ സ്വീകരിക്കപ്പെടുന്നുമുണ്ട്. അത് പ്രേക്ഷകൻ മനോജും പറഞ്ഞതുപോലെ പല പ്രേക്ഷകരാണ്, അവർക്ക് വേണ്ടി ഉണ്ടാകുന്ന നാടകങ്ങളാണ്. അത് ശരിയാണ്, 100% ശരിയാണത്. ഞാൻ പറഞ്ഞത് നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന ആൾക്കൂട്ടമുണ്ടല്ലോ, നാടകത്തിൽ നിന്നുള്ള കാണാൻ വരുന്ന ആളുകൾ, അങ്ങനെ ഒരു പ്രേക്ഷകൻ ഇപ്പോൾ നമ്മൾ ജനക്കൂട്ടങ്ങൾ എന്ന ആ ഒരു പ്രശ്നം ഇല്ലാതായി എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ നാടകം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ല. സ്കൂൾ ഓഫ് ഡ്രാമയും അതുപോലെ യുവജനോത്സവങ്ങളിലൊക്കെ മികച്ച നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തർക്കമില്ല. പക്ഷേ അതിനും ഒരു സ്റ്റീരിയോ ടൈപ്പായി വരുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. നാടക മത്സരങ്ങളൊക്കെ കാണുമ്പോൾ വ്യത്യസ്തമായ 2-3 നാടകങ്ങൾ ഉണ്ടാകും എന്നല്ലാതെ അതിന് സമ്മാനവും കിട്ടാറില്ല. പക്ഷേ ബാക്കി നാടകങ്ങളൊക്കെ ഏതാണ്ട് ഒരേ അച്ചിൽ വാർക്കപ്പെടുന്നതായി എനിക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ട്. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പുതിയ നാടകങ്ങളുടെ പുതിയ രീതിയോട് പൂർണ്ണമായി സഹകരിക്കുന്ന ആളാണ്, അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണ്. എനിക്കത് തർക്കമില്ല. ഞാൻ പറഞ്ഞ കാര്യമേ അതല്ല. അത് ഇങ്ങനെ സംവേദനക്ഷമത മാറുമ്പോൾ ഓരോ കാലത്ത് ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഓരോ ആവിഷ്കാര രീതികൾ ഉണ്ടായി വരുന്നത്. നാടകത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ എപ്പിസോഡ് നാടകം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായത്, അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഗ്രന്ഥം പുറത്തു വരുന്നത് 1965-ലാണ്. അതിനുശേഷം ഇത്രയും കാലമായി കുറേ കാലം എപ്പിസോഡ് നാടകങ്ങൾ അരങ്ങ് വാണിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും നമ്മൾ മാറി. അത് ഇപ്പോൾ ഒരു പോസ്റ്റ് ട്രൂത്ത് കാലമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള നാടകങ്ങളാണ് സ്വാഭാവികമായും ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അതിൻ്റെ പ്രേക്ഷകൻ അതിനോട് ചേരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും എന്നേ ഉള്ളൂ. അതേസമയത്ത് പ്രേക്ഷകൻ്റെ ആഗ്രഹങ്ങളാണ്, അവൻ കാത്തു നിൽക്കുന്ന കാര്യങ്ങളാണ് കലാകാരന്മാർ, ആർട്ടിസ്റ്റുകൾ എപ്പോഴും ആവിഷ്കരിക്കുന്നത്. അപ്പോൾ കവിതയിലായാലും കഥയിലായാലും എല്ലാം തന്നെ വായനക്കാരനും പ്രേക്ഷകനും കാത്തു നിൽക്കുന്ന ഒരു സാധനം കിട്ടുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ വികാസം നടന്നു എന്ന് വിചാരിക്കുന്നത്. ഇത് പരസ്പരം ബന്ധപ്പെട്ടതാണ്. കാഴ്ചക്കാരനും എഴുത്തുകാരനും നടനും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ്. അതിനെക്കുറിച്ച് എനിക്ക് തർക്കമില്ല, നമ്മൾ വിവാദവുമില്ല. നാടകത്തിലെ വ്യതിചലനങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ മനോഹരൻ പറഞ്ഞു, അതായത് ഒരു ഷേക്സ്പിയറിൻ്റെ ഒരു ടെക്സ്റ്റ് എടുക്കുന്നു. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇന്നത്തെ കാലത്തോട് അത് എങ്ങനെയാണ് സംവേദനം ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ടും അത്തരം
എഴുത്തുകളെ, അതിൻ്റെ അരങ്ങാവിഷ്കരണങ്ങളെ, അതിൻ്റെ പലതരം കലാപ്രവേശങ്ങളെ ഒക്കെ നമ്മൾ ചേർത്ത് വെക്കുന്നത് ആ കലയ്ക്ക് ഏറ്റവും പുതിയ കാലത്തോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നതാണ്. നിങ്ങൾക്കത് വേറെ ഏതെങ്കിലും ഏറ്റവും പുതിയ കാലത്തിനോട് ഉള്ള അതിൻ്റെ പ്രശ്നങ്ങളെ അതിനോട് ചേർത്ത് വെച്ച് സംവദിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. അപ്പൊ മനോജേട്ടൻ തന്നെ ഈഡിപ്പസ്, പെരുന്തച്ചൻ, വത്സലയുടെ നെല്ല്, ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ, കഴിഞ്ഞ വർഷം VJ ജെയിംസിന്റെ ഒരു കഥ, ഇങ്ങനെ സാഹിത്യകൃതികളെ പിൻപറ്റിക്കൊണ്ട് കുറെ കൃതികൾ ചെയ്യുന്നുണ്ട്. ഒപ്പം സ്വതന്ത്രമായ പുതിയ സ്ക്രിപ്റ്റുകളെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സമീപനങ്ങൾ, ഒന്നിനൊരു വലിയ ചരിത്ര ഭാരമുണ്ട്. നിങ്ങളൊരു ഈഡിപ്പസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷേക്സ്പിയറുടെ കൃതികളെടുത്ത് ചെയ്യുമ്പോൾ, NN പിള്ളയുടെ ഞാൻ വരെ ചെയ്തു നാടകത്തിൽ. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ഞാൻ എന്ന് പറയുന്ന, അല്ലെ മലയാളത്തിലെ ഏറ്റവും ഗംഭീരാത്മകത ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ ഒരു ഉത്തരങ്ങളിൽ ഒന്ന് NN പിള്ളയുടെ ഞാനായിരിക്കും. കാരണം ഞാൻ മനോജേട്ടൻ നാടകം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചോദ്യം മനോജേട്ടനോട് ഇതാണ്: ചില കൃതികളുടെ ഒരു വലിയ പാരമ്പര്യം പല അരങ്ങുകളിലൂടെ, പല സംവിധായകരിലൂടെ കടന്നുപോയ കൃതികളെ എടുക്കുന്നു. അതേസമയം ഏറ്റവും പുതിയ ഒരു സ്ക്രിപ്റ്റ്, കഴിഞ്ഞ വർഷം മനോജേട്ടൻ ഞാൻ വർക്ക് ചെയ്ത ഒരു സ്കൂളിന് വേണ്ടിയിട്ട് വിനീഷ് പാലയാട് എഴുതിയ ഏറ്റവും പുതിയൊരു സ്ക്രിപ്റ്റിനെ ആശ്രയിച്ച് ഭാവന ചെയ്യുന്നു. ഒന്ന് വലിയ ചരിത്ര ഭാരമുണ്ട്, ഒന്ന് വലിയ സ്വാതന്ത്ര്യപ്പെടലുണ്ട്. ഇതിലേതാണ്, അല്ലെങ്കിൽ ഇതിനെ രണ്ടിനോടുമുള്ള സമീപനം, ഒരു സംവിധായകൻ ഉണ്ടാക്കുന്ന സംഘർഷങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ഒരു അരങ്ങനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് സംസാരിക്കും. രണ്ട് തരത്തിലാണ്. ഒരു പുതിയ സ്ക്രിപ്റ്റിൽ ഉണ്ടാവുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും മറ്റ് കൃതികളെ നമ്മൾ നാടകമാക്കുമ്പോൾ അതിൽ ആ കഥാകൃത്തിനോട്, അപ്പോൾ നാടകം എഴുതിയ ആളോട് നീതി പുലർത്തണം, റെഡിയാണ്. പക്ഷെ എന്നാൽ പോലും വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു കൃതി നാടകമാക്കുമ്പോൾ, പ്രത്യേകിച്ച് നോവലൊക്കെ നാടകമാക്കുമ്പോൾ, നോവലിൻ്റെ ഒരു ഫ്രെയിം അല്ലല്ലോ നാടകത്തിൽ. എന്തായാലും നോവൽ എന്ന് പറയുന്നത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു രീതിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ നാടകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൻ്റെ നാടകം എപ്പോഴും അതിൻ്റെ ഒരു സൂക്ഷ്മതലത്തിലേക്കാണ് നാടകത്തെ എപ്പോഴും കൊണ്ടുപോകുന്നത്. അതിന് സൂക്ഷ്മതലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നാടകത്തിൽ ആവശ്യം എന്താണോ, ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന കൃതി നാടകമാക്കുമ്പോൾ, അപ്പം NN പിള്ളയുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങൾ ആ നാടകത്തിൽ, ആ കൃതിയിലുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ജനങ്ങളോട് അല്ലെങ്കിൽ കാണികൾക്ക് NN പിള്ള എന്താണെന്ന്, അല്ലെങ്കിൽ NN പിള്ള ജീവിച്ചിരുന്ന കാലത്തെ നാടകം എന്താണെന്ന്, അല്ലെങ്കിൽ അദ്ദേഹം ആ കാലത്ത് നാടകത്തിലൂടെ പറഞ്ഞത് എന്താണ് എന്നൊക്കെ നമുക്ക് നാടകത്തിൽ വരണം. അത് കാണുമ്പോൾ പുതിയ കാലത്തുള്ള പ്രേക്ഷകർക്കും തോന്നണം. അപ്പം നമ്മൾ മുഴുവനായിട്ടും ഒരു കൃതി നാടകമാക്കുമ്പോൾ മുഴുവൻ ആ കൃതിയിലായിട്ട് നാടകമാക്കല്ല ചെയ്യുന്നത്. അതിലെ നമ്മൾ ആ നോവലിൻ്റെ എന്താണ് നമുക്ക്, അപ്പോൾ ഇപ്പം നെല്ലെന്ന് പറയുന്ന നാടകം ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഏത് രീതിയിലാണോ വ്യാഖ്യാനിക്കുന്നത് പോലെ ആയിരിക്കില്ല വേറൊരു ഡയറക്ടർ വ്യാഖ്യാനിക്കുന്നത്. അതേസമയം ഈ പറയുന്നത് പോലെ പുതിയ നാടകങ്ങൾ സംവിധാനം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേറെ രീതിയിൽ എന്തു പറഞ്ഞാലും കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ അതിൻ്റെ ഡിസൈനും അതിൻ്റെ ഒരു ഏത് നാടകം ചെയ്താലും നമുക്ക് നമ്മളതായ ഒരു രീതി നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം തന്നെയാണ് തോന്നുന്നത്. അപ്പം നോവലാകുമ്പോൾ ഈ പറയുന്നത് പോലെ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഒരു പിൻബലം നമുക്ക് ഉണ്ട്. ഒരു വലിയ ടെക്സ്റ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്, അത് ജനങ്ങൾ അംഗീകരിച്ചതാണ്. പക്ഷേ അതിനെ നാടകമാക്കുമ്പോൾ അതിലും കൂടെ കുറച്ചുകൂടെ ഉത്തരവാദിത്വം ഉണ്ട്. അത് ഓൾറെഡി ആൾക്കാർക്ക് അതിൻ്റെ ഒരു കഥയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളോ ആൾക്കാർ അറിയുന്നതാണ്. അത് ഒരു പൊതുവേ ഇപ്പോൾ ആ നാടകത്തിലുള്ള ഒരു ആക്ഷേപം അങ്ങനെയുണ്ട്, നമ്മൾ ഈ പുതിയ കൃതികൾ ഉണ്ടാവുന്നില്ല എന്നും പുതിയ ടെക്സ്റ്റുകൾ ഉണ്ടാവുന്നില്ല, ഇങ്ങനെ നമ്മൾ കഥയെയും പിന്നെ നോവലിനെയൊക്കെ നാടകമാക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ നാടകത്തെ സംബന്ധിച്ചിടത്തോളം നാടകം ഒരു ദൃശ്യകല എന്നുള്ള രീതിയിൽ അത് നമുക്ക് നമുക്ക് സ്വീകരിക്കാൻ തന്നെയാണ് തോന്നുന്നത്. അത് നമുക്ക് എഴുതപ്പെട്ട കൃതി അല്ലെങ്കിൽ ആവാം. പക്ഷെ എന്തായാലും നമുക്ക് ആ നാടകത്തിൻ്റെ ഒരു പുതിയ കാലത്തുള്ളൊരു വ്യാഖ്യാനം ആ നാടകത്തിൽ കൊടുക്കണം എന്നാണ് തോന്നുന്നത്. രാജമാഷോട് ഈ ചോദ്യത്തിൻ്റെ ഒരു നീട്ടിവെപ്പാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു നാടകത്തിൻ്റെ ടെക്സ്റ്റ്, അതിൽ 10 സംവിധായകന്മാർ വരുമ്പോൾ 10 രൂപങ്ങൾ നാടകത്തിനുണ്ടാവുകയാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് രാജേട്ടൻ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതാരാണോ പിന്നീട് ആ അരങ്ങാവിഷ്കരണം നടത്തുന്നത്, അത് ആരുടെ കയ്യിലാണ് എന്നതിനെ സംബന്ധിച്ച് അത് പ്രേക്ഷകരുമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് പ്രേക്ഷകർക്കും എഴുത്തുകാരനും ഇടയിലെ ആ ഡയറക്ടർ എന്ന് പറയുന്നത്.
അപ്പൊ അതിലൊരു എഴുത്തുകാരന്റെ ഒരു സ്വാതന്ത്ര്യപ്പെടലുണ്ട്, എഴുത്തുകാരന്റെ ഒരു അസ്വാതന്ത്ര്യമുണ്ട്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനിടയിലുള്ള സംവിധായകനെ ആശ്രയിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ അരങ്ങാവിഷ്കരണവും അതിനിടയിലുള്ള സംവിധായകനെയും ചേർത്ത് വെച്ച് എങ്ങനെയാണ് സംസാരിക്കാനാവുക? നാടകം രചിക്കുമ്പോൾ മൈക്കൊന്ന് അടുത്ത് നാടകം രചിക്കുമ്പോൾ നാടകകൃത്ത് അരങ്ങ് കാണുന്നുണ്ട്. അങ്ങനെയാണ് നാടകം രചിക്കപ്പെടുന്നത്. പക്ഷേ ഈ രചനയിൽ അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. നാടക പരിചയം മാറാം. ഈ കാര്യം രംഗാവിഷ്കാരം എന്നൊരു വേറൊരു പ്രക്രിയയാണ്, അതൊരു വേറൊരു സർഗക്രിയയാണ്. രചന പോലെ തന്നെ വേറൊന്നാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായും നാടകകൃത്തിന് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒരുപാട് സാധ്യതകൾ ഇതിൻ്റെ നാടക രചനയിലുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ നാടകങ്ങൾ ബോധപൂർവമാണ് രചിക്കുന്നതെങ്കിലും അതിനിടയിൽ നാടകകൃത്ത് പോലും ആലോചിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കടന്നു വരും. എൻ്റെ ചെറിയ അനുഭവത്തിൽ തന്നെ അങ്ങനെയുണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്ത ചില സാധ്യതകൾ സംവിധായകന്മാർ കണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഈ ഒരു സംഭാഷണം ഉണ്ടായത് ഞാൻ ആലോചിച്ചിട്ടില്ല എന്താണ് എന്നുള്ളത്. പക്ഷേ അങ്ങനെ കണ്ട സംവിധായകന്മാരുണ്ട്. അപ്പോൾ അവർ നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണുകയും അത് ആവിഷ്കരിക്കുകയും ചെയ്യും. അത് 5 സംവിധായകനാണെങ്കിൽ 5 സംവിധായകന്മാർ അങ്ങനെ തന്നെ കാണും. സാധ്യതകളുണ്ട്. അതിനവർ ആശ്രയിക്കുന്നത് ഈ നാടകത്തിലെ ഏതെങ്കിലും ഒരു ഡയലോഗായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെ ഒരിക്കൽ വടകരയിൽ കേന്ദ്ര കലാസമിതിയുടെ ഒരു നാടക ക്യാമ്പ് 3 ദിവസം നിൽക്കുന്ന ഒരു നാടക ക്യാമ്പ് നടന്നിരുന്നു. ജി ശങ്കരപ്പിള്ള ഡയറക്ടറായിട്ട് രാമാനുജൻ സാറൊക്കെ ക്ലാസ് എടുത്തിരുന്നു. ഞാനും ടി കെ വിജയരാഘവനൊക്കെ ആ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളാണ്. ആ നാടകത്തിൽ കറുത്ത ദൈവത്തെ തേടി എന്നുള്ള ശങ്കരപ്പിള്ളയുടെ പ്രസിദ്ധമായ നാടകം ആദ്യത്തെ അരങ്ങ് വടകരയാണ്. BM ഹൈസ്കൂളായിരുന്നു. എല്ലാ സ്കൂളിലും എല്ലാ ലെവലുകളും ഉപയോഗിച്ച് ചെയ്തിരുന്ന നാടകമാണ്. അതിൽ രാമാനുജൻ സാറ് അതിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ് ഇതാണ് ഈ നാടകത്തിൻ്റെ ആശയം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സംവിധായകന് ഈ കലയിൽ വ്യാപൃതനായിരിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായി മനസ്സിലാകും. അപ്പോൾ കവിതയിൽ നമ്മളൊരു ഒരു വാചകം ഒരു പരാമർശം ഒറ്റ വാക്കുകൾ കൊണ്ട് കവിതയുടെ മർമ്മം ഗ്രഹിക്കുന്നത് പോലെ നാടകത്തിലെ ഒരു സംഭാഷണം കൊണ്ട് സംവിധായകന് അത് പിടിച്ചെടുക്കാൻ കഴിയും. അത് അദ്ദേഹം അതിമാത്രമായി സാധിക്കുകയും ചെയ്യും. അത് പൂർണ്ണമായും ഞാൻ അനുകൂലിക്കുന്ന ആളാണ്. ഒരു നാടകകൃത്ത് എഴുതിയതിനപ്പുറം നാടകകൃത്ത് എഴുതിയ വാക്കുകൾ വെട്ടിക്കളയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല, കൂട്ടിച്ചേർക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷേക്സ്പിയറുടെ കാര്യങ്ങൾ മനോജ് പറഞ്ഞത് വളരെ ശരിയാണ്. ലോകത്തിലെല്ലായിടത്തും അതിപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാടകത്തിൽ ചില ഭാഗങ്ങൾ വേണ്ട എന്ന് വെക്കുന്നുണ്ട്. ഷേക്സ്പിയറുടെ വരികൾ വേണ്ട എന്ന് വെക്കുന്ന സംവിധായകന്മാരുണ്ട്. പിന്നെയാണോ എന്നെ പോലത്തെ ആളുകളുടെ കാര്യം? അതെ, പീറ്റർ ബ്രൂക്കിനെ പോലുള്ള, അതായത് ആരാണ് അല്ലെ ആർട്ടിസ്റ്റ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ജോൺ അബ്രഹാം തന്റെ കലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഐ ആം ദ ഹിറ്റർ ഓഫ് മൈ സിനിമ എന്ന് പറയാം. ഡയറക്ടർ തന്നെയാണ് ഒരു ആർട്ടിന്റെ അധികാരി അല്ലെങ്കിൽ ഒരു ദൈവികമായ പദവിയിൽ നിൽക്കുന്ന ആൾ എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. നാടകം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ രാമചന്ദ്രൻ മൊകേരി സാറ് നാടകം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്ലാനിങ്ങിലോ മറ്റോ വന്നിട്ടല്ല. ഒരു കൊലച്ചന്തയിൽ ഇറങ്ങി അതിലൂടെ നടന്നു പോകുന്ന മനുഷ്യരെയൊക്കെ വിളിച്ചുകൊണ്ട് ഇസ്രയേലിലെ, പലസ്തീനിലെ, ഇറാഖിലെ, കുവൈറ്റിലെ ഒക്കെ പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ ആ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ടൊരു ആർട്ട് പോലും രൂപപ്പെടുകയാണ്. അതിന്റെ ഒരു ക്രമത്തെക്കുറിച്ചൊക്കെ ആളുകൾക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതേസമയം പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത്, ഇപ്പൊ മനോജേട്ടൻ ഇതൊക്കെ ഈ പരീക്ഷണാത്മക നാടകങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരു പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത് എപ്പോഴും നാടകത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ആളുകൾ ഇകഴ്ത്തിക്കാട്ടുന്ന ഒരു ജോണറാണ് പ്രൊഫഷണൽ നാടകം എന്ന് പലപ്പോഴും നമുക്ക് ആ ഡിസ്കഷൻ നോക്കിയാൽ കാണാം. അപ്പൊ മനോജേട്ടന് 6ാമത്തെ തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ മനോരമയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. നിങ്ങൾ പൗലോ കൊയ്ലോയെ വായിക്കും, മനോജ് നാരായണനെ കാണില്ല എന്ന് പറഞ്ഞൊരു വലിയ ഇത് എഴുതിയിരുന്നു. അത് അപ്പോഴാണ് മനോജേട്ടന്റെ നാടക ചരിത്രം ഞാൻ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ വലുപ്പം കണ്ടിട്ട്, അതിൻ്റെ എണ്ണം കണ്ടിട്ട്, അതായത് നമ്മൾ ഒരു സിനിമ മലയാളത്തിൽ ഒരാൾ ചെയ്താൽ ആ സംവിധായകൻ ഉണ്ടാകുന്ന പേര്, മേൽവിലാസം, അയാളെപ്പറ്റി മാധ്യമങ്ങൾ അയാളെക്കുറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പലവിധ ഇന്റർവ്യൂസും ഫോട്ടോസും മറ്റുമായിട്ട് അയാൾക്ക് കിട്ടുന്ന വലിയ പദവി മൂല്യമുണ്ട്. പക്ഷെ ഇത്രയും കൃതികൾ, ലോകപ്രശസ്തമായ കൃതികൾ ചെയ്ത് ഏറ്റവും പ്രാദേശികമായിട്ടുള്ള
കാര്യങ്ങൾ വരെ അറ്റൻഡ് ചെയ്ത് ഒരു വിപുലമായ ഒരു പ്രേക്ഷക സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരാൾ തീർച്ചയായും ആ പരിഗണനയിലേക്ക് എത്തുന്നില്ല. എങ്കിലും അദ്ദേഹം അതിനകത്ത് നേരത്തെ തുടക്കത്തിൽ മനോവേട്ടം പറഞ്ഞതുപോലെ പോരാടിക്കൊണ്ട് തുടരുന്ന ഒരൊറ്റയാൾ പോരാട്ടം പോലെ ഈ സംവിധായകൻ തുടരുന്നു എന്നുള്ളത് നമുക്ക് വടകരയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ്. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, ഈ വ്യതിയാനങ്ങൾ പ്രൊഫഷണൽ നാടകത്തെ സംബന്ധിച്ച് മറ്റ് നാടകങ്ങളിൽ നമ്മൾ എന്താ പറയുക, ഈ തെരുവിൽ തുടങ്ങി ഒരു റൂമിൽ തുടങ്ങി ഇപ്പോൾ സരമാഗുടെ അന്ധത എന്ന് പറയുന്ന നാടകം ഞാൻ കാണുന്നത് സംഗീത നാടക അക്കാദമിയുടെ മുറ്റത്ത് അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു സുനിൽ ചെയ്ത നാടകം. അതേസമയം നമ്മളൊരു അമ്പലപ്പറമ്പിലേക്ക് വരുമ്പോൾ നേരത്തെ രാജേട്ടൻ പറഞ്ഞതുപോലെ ചില സ്റ്റീരിയോ ടൈപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ റിപ്പീറ്റേഷൻ തുടരുന്നതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ പ്രേക്ഷകർ കൈവിട്ടു പോകാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഈ പ്രേക്ഷകരെ, ഈ വ്യതിയാനങ്ങളെ എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷണൽ നാടകം അതിൻ്റെ ഉള്ളടക്കത്തിലോ അതിൻ്റെ രൂപപരമായിട്ടുള്ള ആവിഷ്കരണത്തിലോ ഒന്നും കൊണ്ടുവരാത്തത്, അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ടോ, അതറിയാഞ്ഞിട്ടാണോ പൊതുസമൂഹം എന്ന ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പ്രൊഫഷണൽ നാടകവേദി എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ KPC എന്ന് പറയുന്ന പ്രസ്ഥാനം എടുക്കാം. നമുക്ക് എൻ്റെ മകനാണ് ശരി എന്ന് പറയുന്ന നാടകത്തിന് ശേഷമാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം കളിക്കാൻ പോകുന്നത്. ആ നാടകം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നാടകം ഉണ്ടാക്കുകയും അത് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ നാടകമാണ്. അതിനെ എതിർത്തുകൊണ്ട് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആ നാടകം കളിക്കുന്നു, ചവറയിൽ കളിക്കുന്നു. ആദ്യത്തെ അവതരണത്തോടു കൂടി തന്നെ അത് വലിയ ആവശ്യം ഉണ്ടാക്കുന്നു. ആ നാടകം നിരന്തരം കളിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. പക്ഷെ അന്ന് തന്നെ കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷനിൽ ആ നാടകത്തിൽ അഭിനയിച്ച 5 പേര് MLA-മാരായി മാറുന്നു. അത് അങ്ങനെ MLA-മാരായി മാറുകയും പിന്നെ അവർക്ക് MLA ആണല്ലോ ആവേണ്ടത്, നാടകം കളിക്കാൻ പറ്റില്ല. അപ്പോൾ KPC എന്ത് പറയുന്നു, ഇതിന് നാടകം കളിക്കാൻ പറ്റുന്നവരെ വെച്ചുകൊണ്ട് നാടകം ചെയ്യണം, ഇതൊരു തൊഴിലാക്കിയെടുത്ത് ഇത് നിരന്തരമായി ഈ നാടകം, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു തൊഴിൽ നാടകവേദി എന്നുള്ള നാടകത്തിൻ്റെ ഒരു തുടക്കം തന്നെ അതാണ്. അതിനു മുമ്പ് ബ്രഹ്മവൃതൻ എന്ന് പറയുന്ന സ്വാമി, കരുണ എന്ന് പറയുന്ന നാടകങ്ങളൊക്കെ നാടക കൊട്ടകളിൽ ഇവിടെ കേരളത്തിൽ ഒരുപാട്, നമ്മൾ ഇപ്പോഴൊന്നല്ലല്ലോ നാടകം ടിക്കറ്റ് എടുത്ത് നമ്മൾ എത്രയോ വർഷം മുമ്പ് തന്നെ നാടകം ടിക്കറ്റ് എടുത്ത് കാണുന്നുണ്ട്. എറണാകുളത്തും ഓച്ചിറയിലും ഒക്കെ നാടക കൊട്ടകളിൽ നാടകം നിരന്തരമായി ഉണ്ടായിരുന്നു. കരുണയൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിക്കപ്പെട്ട നാടകമാണ്. അതുപോലെ തന്നെയാണ്, അങ്ങനെയാണ് ഈ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം അതിന് പറ്റുന്ന നാടകത്തിൽ ഉപജീവനമായി കൊണ്ടുപോകാൻ പറ്റുന്നവരെ വെച്ച് വരുന്നു. അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ നാടകവേദിയുടെ ഒരു തുടക്കം എന്ന് തോന്നുന്നു. കേരളത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ NM പിള്ള സാറിനെ പറ്റി പറഞ്ഞു. NM പിള്ള സാർ ഒരിക്കലും നാടകം അമ്പലങ്ങളിലോ പള്ളിയിലോ അല്ല ഒരിക്കലും കളിച്ചിരുന്നില്ല. അത് KPC-യും മുമ്പ് കളിച്ചിരുന്നില്ല. ആ നാടകങ്ങളൊക്കെ കളിച്ചിരുന്നത് അന്ന് ഉണ്ടായിരുന്ന കലാസമിതികളിലും സാംസ്കാരിക പരിപാടികളിലും മാത്രമായിരുന്നു നാടകം കളിച്ചിരുന്നത്, വേറെ എവിടെയും കളിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് നോക്കൂ, ഇന്നത്തെ അവസ്ഥ മാറി. അന്നത്തെ കലാസമിതി കൂട്ടായ്മകളില്ല, സാംസ്കാരിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ നാടകത്തെ ഏറ്റെടുക്കുന്നില്ല. പിന്നെ അങ്ങനെയാണ് ഈ പ്രൊഫഷണൽ നാടകവേദി എന്ന് പറയുന്നത് ഇപ്പോൾ പള്ളിപ്പറമ്പുകളിലും അമ്പലങ്ങളിലും മാത്രമായി ചുരുങ്ങി. കേരളത്തിൽ 400-നും 700-നും ഇടയിലുള്ള പിന്നെ ഫൈനാൻസ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. ആ ഫൈനാൻസ് സൊസൈറ്റികളൊക്കെ നാടകം അവതരിപ്പിച്ചിരുന്നു. ഒരു നാടകം വൈകിട്ട് പാരൽ കോളേജിൻ്റെ കലോത്സവത്തിനും വൈകിട്ട് പിന്നെ 5 മണിക്ക് വേറൊരു അവതരണം, 7:30-ക്ക് വേറൊരു അവതരണം, ഒരു ദിവസം 4 നാടകങ്ങളൊക്കെ കളിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരു 360-ഉം 500 നാടകങ്ങളൊക്കെ കളിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏത് വിഷയവും വളരെ ശക്തമായി പറയാൻ പറ്റിയ ഒരു സ്പേസ് പ്രൊഫഷണൽ നാടകവേദിക്ക് ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ കലിക തിയേറ്റേഴ്സ് ആണെങ്കിലും KPC ആണെങ്കിലും NM പിള്ളയുടെ നാടകങ്ങളാണെങ്കിലും SL പുരത്തിൻ്റെ നാടകങ്ങളാണെങ്കിലും എല്ലാ നാടകങ്ങൾക്കും അവർക്ക് ആ ഒരു കാലത്ത് അങ്ങനെയുള്ളൊരു വലിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ നാടകങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കളിക്കാനുള്ള, അവർക്ക് പറയാനുള്ള കാര്യം സത്യസന്ധമായി എവിടെയും തുറന്നു പറയാനുള്ള ഒരു നാടകം ഉണ്ടായിരുന്നു. ഇപ്പം നാടകം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഇത് കളിക്കുന്ന വേദി അമ്പലത്തിലാണ്, കളിക്കേണ്ടത് പള്ളിയിലാണ് എന്നൊക്കെയുള്ളൊരു പ്രശ്നം. അത് സത്യസന്ധമായ പ്രശ്നം തന്നെയാണ്. നാടകം ഈ തൊഴിലായിട്ട് നാടകം കൊണ്ട് നടക്കുന്ന ആൾക്കാർ അപ്പോൾ നാടകം അവതരിപ്പിക്കപ്പെടണം, അതിന് കളി കിട്ടണം. പക്ഷെ അതിനൊരു മറുചിന്ത വേണ്ടത്, അത് നമ്മുടെ സമൂഹം നാടകത്തെ നമ്മളെ രാഷ്ട്രീയമായിട്ടുള്ള സമൂഹം
അല്ലെങ്കിൽ സാംസ്കാരികമായുള്ള ഈ സമൂഹം നാടകത്തെ എത്രത്തോളം കളിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നാടകത്തിൻ്റെ ഇടങ്ങൾ മാറിപ്പോകുന്നത്. പിന്നെ പ്രൊഫഷണൽ നാടകവേദി എന്നുള്ളത് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള നാടകം എന്ന് പറയുന്നത് ചിലപ്പം നമ്മളെ അഭ്യസ നാടകങ്ങളാണ്, ചില നാടകങ്ങളാണ് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള നാടകം. എന്താണോ ആവശ്യം, ഇപ്പോൾ ഒരു സ്വർണ്ണത്തിൻ്റെ സൂചി വേണമെങ്കിൽ അതുപോലും വാങ്ങിച്ച് ചെയ്യുന്ന നാടകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത്രയും പ്രൊഫഷണലായിട്ടുള്ള നടന്മാർ, വളരെ പ്രൊഫഷണലായിട്ടുള്ള അങ്ങനെയുള്ള നാടകത്തിനാണ് നമുക്ക് എല്ലാ തരത്തിലും പരിശീലനം സിദ്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന നാടകത്തെയാണ് യഥാർത്ഥ പ്രൊഫഷണൽ നാടകങ്ങൾ. രണ്ട് രീതിയിലുണ്ട്. പ്രൊഫഷണൽ നാടകങ്ങളുണ്ട്, കൊമേഴ്ഷ്യൽ നാടകങ്ങളുണ്ട്, തൊഴിൽ നാടകവേദിയുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതൊരു തൊഴിൽ നാടകവേദിയാണ്, ഒരു ടൂറിംഗ് തിയേറ്ററാണ്. ഒരു വണ്ടിയുടെ ഒരു ബസ്സിൻ്റെ മുകളിൽ കെട്ടി പോകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാടകം ചെയ്യണം. അതിലപ്പുറത്തേക്ക് ഒരു ആലോചന അവിടുത്തെ ഡയറക്ടർക്കോ എഴുത്തുകാരനോ ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലാണ് തൊഴിൽ നാടകവേദിയുടെ പോക്കതാണ്. എന്നാൽ പോലും ഇപ്പോഴും ഈ നാടകവേദി വളരെ ശക്തമായ സബ്ജക്റ്റുകളൊക്കെ പറയാൻ ഈ സമയത്തും നമുക്ക് മികച്ച സംവിധായകരുണ്ട്, എഴുത്തുകാരുണ്ട്, നടീനടന്മാരുണ്ട്. സമ്പുഷ്ടമാണ് പ്രൊഫഷണൽ നാടകവേദി, സത്യസന്ധമാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ കേരളത്തിൽ ഒരു 100ഓളം പ്രൊഫഷണൽ നാടകോത്സവം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ കണ്ണൂരൊക്കെ അറിയാം, മണിയാട്ടൊക്കെ പോലുള്ള പല സ്ഥലങ്ങളിലും 6000-8000 ആളുകളാണ് നാടകം കാണുന്നത്. ആ സമയത്താണ് നമ്മൾ പറയുന്നത് പ്രൊഫഷണൽ നാടകത്തിന് കാണികളില്ല എന്ന് പറയുന്നത്. 150ഓളം നാടകോത്സവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ നാടകക്കാർക്ക് തന്നെ നമ്മളിപ്പോൾ നാടകം ഉദ്ഘാടനം ചെയ്തു, അവർ ഉദ്ഘാടനം ചെയ്തിട്ട് സംസാരിക്കും, ഇവിടെ നാടകത്തിൽ തീരെ ആൾക്കാർ കുറയാണ്, നാടകം കാണുന്നില്ല. അദ്ദേഹത്തോട് നമ്മൾ ഇവിടെ ഒരു നാടകം ഉണ്ട് അത് കണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ചെയ്യില്ല, നാടകം കാണില്ല. അത് വരെ വ്യക്തിപരമായ കാരണങ്ങളായിരിക്കാം. എന്നാൽ പോലും നാടകം വളരെ ഇപ്പോൾ ജനങ്ങളെ. കഴിഞ്ഞ വർഷം മനോജ് ടാഗോറിന്റെ കാബൂളി വല നാടകം ചെയ്തപ്പോൾ ഈ ടൗൺ ഹാള് മുഴുവൻ ആളുകളായിരുന്നു. ഇവിടെ 2 ദിവസം നമ്മൾ കളിച്ചു, കുട്ടികൾ കളിച്ചിരുന്നു. അപ്പോൾ നാടകത്തിൻ്റെ ഇടപെടൽ എല്ലാ സ്ഥലത്തും വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. കാണികൾ നാടകത്തിൽ നിന്ന് പിരിഞ്ഞൊന്നും പോയിട്ടില്ല. നാടകങ്ങൾക്ക് ഓരോ തരത്തിലുള്ള, നമുക്ക് ഓരോ തരത്തിലാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവരും നാടകത്തെ പ്രൊഫഷണലായിട്ട് എടുക്കണമെന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്ര നടീനടന്മാരുണ്ട്, കോളേജിലുണ്ട്. അവർ ജോലിയുടെ ഭാഗമായി നാടകം എടുക്കണമെന്നില്ലല്ലോ. അവരെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരൊരു പൊളിറ്റിക്സ്, അവരൊരു അതിൻ്റെ ഭാഗമായിട്ട് അവർ നാടകം കളിക്കുന്നുണ്ട്, ക്യാമ്പസിൽ കളിക്കുന്നുണ്ട്, ഓരോ തൊഴിലിടങ്ങളിലും നാടകം കളിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നാടകമാണ്. ഇപ്പോൾ കുടുംബശ്രീയിൽ നാടകമുണ്ട്. ഇത് നാടകമില്ലാത്ത എവിടെയാണ്? ശാസ്ത്ര നാടകത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാം നാടകം എന്ന് പറയുന്നൊരു വാക്ക് അവിടെ ഉണ്ട്. എന്താണെന്ന് നാടകം കുറച്ചുകൂടെ ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ, ഇപ്പോൾ ശാസ്ത്ര നാടകം വന്നത് തന്നെ ശാസ്ത്രം കുറച്ചുകൂടെ രസകരമായി അല്ലെങ്കിൽ ആൾക്കാരിൽ എത്താൻ വേണ്ടിയിട്ടാണ് ശാസ്ത്ര നാടകം വന്നത്. അപ്പോൾ നാടകത്തിൻ്റെ ഒരു ഇടപെടൽ ജനം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിലപ്പുറം ഒരു നാടകത്തിലെ ക്യാമ്പിലോ അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിച്ച ഒരു കുട്ടിയോ ഒരിക്കലും ജീവിതത്തിൽ അവർ ആ നാടകത്തിൻ്റെ അല്ലെങ്കിൽ അവരൊരിക്കലും റിബലൊന്നും ആവില്ല. എന്തായാലും അവർ എപ്പോഴും അവർ നാടകത്തെ അല്ലെങ്കിൽ സമൂഹത്തോട് അവർ ആ ഒരു സത്യസന്ധത അവർ പുലർത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. റിബലാവുക എന്നുള്ളത് ഒരു തെറ്റല്ല, റിബലാവുക എന്നുള്ളത് പൊളിറ്റിക്കൽ ആവുക എന്നുള്ളതാണ് എന്നുകൂടി വിചാരിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ദീപൻ ശിവരാമൻ്റെ കൂടെ ഒരു സ്ഥലത്ത് റൂമിലിരിക്കുമ്പോൾ ദീപൻ ശിവരാമൻ ചെയ്ത ഒരു നാടകം എനിക്ക് ലാപ്പ് തുറന്ന് കാണിച്ചു തന്നു. ആ നാടകം ഒരു പുതിയ നാടകമാണ്. 25 ലക്ഷം രൂപയാണ് ആ നാടകത്തിന്റെ ചെലവ്. കേരളത്തിൽ ഒരു സ്ഥലത്തേ അത് കളിച്ചിട്ടുള്ളൂ. അപ്പം അദ്ദേഹം പറയുകയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസും മറ്റു കാര്യങ്ങളും അതിഗംഭീരമായ നാടകമാണത്. അത് കണ്ടതിന് ശേഷം എനിക്ക് അതൊരു ലാപ്പിൽ നിന്ന് കണ്ടിട്ട് പോലും വലിയ ആഹ്ലാദമുണ്ടാക്കുന്നു. ഇത്രയും ഗംഭീരമായൊരു വർക്ക് കേരളം കാണാതെ പോകുന്നല്ലോ എന്നൊക്കെയുള്ള സങ്കടമുണ്ടായി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുകയും മനോഹരൻ പറഞ്ഞതുപോലെ 150ഓളം നാടക ഉത്സവങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടിരുന്നു. തൃപ്രയാറിൽ വെച്ച് അവിടെ വലിയ നാടകോത്സവം, പ്രൊഫഷണൽ നാടകോത്സവമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പലയിടങ്ങളിൽ അതിനകത്ത് തന്നെ ഇന്ന് രാത്രി കേൾക്കുന്ന ഒരു 10 നാടകത്തിന്റെ അനൗൺസ്മെന്റിന്റെ വേദിയിൽ നിന്ന് കേൾക്കുന്ന സംവിധാനം എന്ന് കേൾക്കുമ്പോൾ തൊട്ടടുത്ത വാക്ക് മനോജ് നാരായണൻ എന്ന് ചേർത്ത് വെക്കുന്നതായിരിക്കും നമ്മൾ കേൾക്കുക എന്നുള്ളതിന്റെ അധിക ആനന്ദം കൂടി മനോഹരന്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്നത് കടവാതിലും കരിങ്കുരും അങ്ങനെ കുറേ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച, മനോഹരന്റെ നാടകത്തിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളൊക്കെ മുന്നിലുണ്ട്. ഇതിന് പ്രേക്ഷകർക്കുള്ള ഇടപെടാനുള്ള ഒരു അവസരമാണ്, അത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കും. ജ്യോതിഷ് റിബൽ എന്ന് പറഞ്ഞത് നാടകത്തിന്റെ റിബലാവില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിക്ക് തോന്നി നാടകത്തിന്റെ കൂടെ എല്ലാ കാലത്തും നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. തീർച്ചയായും. ശീതളൊക്കെ മുമ്പ് ക്യാമ്പസ് തിയേറ്ററിൽ അഭിനയിച്ചാണ് എല്ലാം. നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പം ടി കെ വിജയരാഘവൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യത്തെ ദേശീയ നാടകോത്സവം നടക്കുമ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ടിരുന്ന ആളാണ്
അപ്പം നാടകത്തിന്റെ ഒരു വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് വടകര. നമസ്കാരം, എൻ്റെ പേര് രജിൽ, ചൊക്ലി സ്വദേശിയാണ്. ഞാൻ ഏകാംഗ നാടകങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മാഹി നാടകപ്പുരയിലെ നാടകോത്സവത്തിലാണ്. അപ്പൊ അതിൽ നിന്നാണ് ഒരു വർഷം മാഹി നാടകപ്പുരയിലെ നാടകോത്സവത്തിലാണ് തെരുവ് നാടകമൊക്കെ കാണുന്നത്. നമ്മളിന്ന് ഇത്തരത്തിലുള്ള വൺ മാൻ ഷോകളായ നാടകങ്ങൾ ചുരുക്കമായിട്ട് എവിടെയും നമുക്ക് കാണാനുള്ള അവസരങ്ങളില്ല എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മളൊക്കെ പണ്ട് അമ്പലങ്ങൾ കണ്ടിരുന്ന നാടകങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് കാര്യം മാറി. ഇപ്പോൾ നമ്മളിപ്പോൾ റീൽസിന്റെ കാലമാണല്ലോ. അപ്പൊ ആൾക്കാർക്ക് ഒരുപാട് സമയമില്ല. അപ്പൊ നമ്മൾ കാലോചിതമായ പരിഷ്കരണങ്ങൾ നാടകത്തിൽ കൂടി വരുത്തിയാലല്ലേ ഇനി ആൾക്കാർ കൂടുതൽ അത് അറിയും. കാരണം ഏകാംഗ നാടകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൺവേ ചെയ്യിക്കുന്നുണ്ട് ആശയം. അപ്പൊ നമ്മൾ 2 മണിക്കൂറുള്ള ഒരു നാടകം ചിലപ്പോൾ യുവതലമുറ സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൺവേ ചെയ്യുന്ന ഒരു നാടകം വന്നു കഴിഞ്ഞാൽ അത് യുവതലമുറ കൂടി സ്വീകരിക്കും. അപ്പൊ അക്കാര്യത്തിൽ കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നാടകത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല എന്താ പറയുക നാടകം കൂടുതൽ ജനകീയമാകാൻ അത് സഹായിക്കുന്നു കരുതുന്നു. ഇപ്പൊ മാഹി നാടകപ്പുരയെ പറ്റി പറഞ്ഞു. ഏറ്റവും വലിയ കലൻ പോലുള്ള നാടകങ്ങൾ, വളരെ ശക്തമായ നാടകങ്ങൾ അവതരിപ്പിച്ചൊരു സമിതിയാണ്. പക്ഷേ ഇങ്ങനെ നാടകങ്ങളെ 2 മണിക്കൂർ എന്നുള്ളത് ഞങ്ങൾക്ക് 1.5 മണിക്കൂറായാലും കുഴപ്പമില്ല. പക്ഷേ ഈ നാടകം ചിലപ്പോൾ ഈ പ്രൊഫഷണൽ നാടകം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് 2 മണിക്കൂറിന് വേണം, അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ 2 മണിക്കൂർ ഉണ്ടാവും, 2.5 മണിക്കൂർ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, അങ്ങനെ സമയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. നാടകം ഇപ്പോൾ 1 മണിക്കൂറായാലും അത് നാടകം വളരെ ശക്തമായി സംവേദിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. മലയാള നാടകവേദിയിൽ പിന്നെ കണ്ട വളരെ നെഗറ്റീവായ ഒരു വ്യതിചലനം നേരത്തെ മനോജ് നാരായണൻ പറഞ്ഞു. അത് ഇപ്പോൾ ജോബിഷ് മാഷ് ഇവിടെ ഉദ്ധരിച്ച നാടകങ്ങൾ മിക്കതും അഡാപ്റ്റേഷനാണ്, അവലംബിത കൃതികളെ ആസ്പദമാക്കി ഉണ്ടാക്കിയ നാടകങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പൊയ്പോയ തലമുറയിലെ ഇപ്പോൾ തോപ്പിൽ വാസോ, KTO, തിക്കോടിയനോ, NN പിള്ളയോ അവരൊക്കെ എഴുതിയ പോലെ പച്ചയായ ജീവിതത്തിൽ നിന്ന് പ്രമേയങ്ങൾ കണ്ടെടുക്കാൻ നമ്മുടെ നാടകകൃത്തുക്കൾക്ക് കഴിയാത്തത്? അവർ ശരിക്കും നനഞ്ഞിടം കുഴിക്കുകയാണെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ചെമ്മീൻ പോലെ, നീലക്കുയിൽ പോലെ ഒരുപാട് വിഖ്യാതമായ ഒരു സിനിമയുടെ ഒരു പാഠം അതേ രീതിയിൽ അരങ്ങത്ത് അവതരിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇല്ലെങ്കിൽ അതിൽ പുതിയ വ്യാഖ്യാനം ചമയ്ക്കാനുള്ള പിന്നെ ബ്രില്യൻസ് ഈ എഴുത്തുകാരന് വേണം. ഇപ്പോൾ നമ്മുടെ നാടകവേദിയെ സംബന്ധിച്ചിടത്തോളം മനോജ് നാരായണനെ പോലെ എത്രയോ നല്ല സംവിധായകന്മാരുണ്ട്, നല്ല കാലിബറുള്ള ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ പ്രതിസന്ധി എന്ന് സംബന്ധിച്ചിടത്തോളം ഈ നാടകകൃത്തുക്കളെയാണ്. നാടകകൃത്തുക്കൾക്ക് ഒരു പൊതുവായ ഒരു സ്ക്രിപ്റ്റ്, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ഇവിടെ KPSCയുടെ 75ാം വാർഷികത്തിന് നാടകം കളിച്ചപ്പോൾ ഇവിടെ ഇതുവരെ കളിച്ച ഒരു ബോർഡ് വെച്ചിരുന്നില്ല. ആ നാടകങ്ങൾ അതിൽ അവസാനത്തെ 10 കൊല്ലം ചെയ്ത നാടകങ്ങൾ മുഴുവൻ ഇതുപോലെ അവലംബിത കൃതിയാണ്. ഇപ്പോൾ ഒരാൾ 10 നാടകം എഴുതുന്നത് അതിൽ 11ഉം അഡാപ്റ്റേഷൻ ആണെങ്കിൽ അയാളെ നാടകകൃത്തെന്ന് വിളിക്കുമോ? അയാൾക്ക് സർഗാത്മകതയുണ്ട്. അത് വെറും ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ അങ്ങനെ അഡാപ്ഷൻ മാത്രം അല്ലാത്ത നാടകങ്ങൾ, കരിങ്കരൊക്കെ ഒരുപാട് കൂടുതൽ നാടകങ്ങൾ ചെയ്തത് കൃതികളെ വെച്ചിട്ടൊന്നുമല്ല, അല്ലാതെയാണ് കൂടുതൽ നാടകങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ KPSCയുടെ നാടകങ്ങൾ 10 വർഷമായിട്ട് എല്ലാം അങ്ങനെയല്ല ചെയ്തത്. അല്ലാത്തതും കുറേ നാടകങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് പൊതുവെ ആ സമിതിയാണ് തീരുമാനിക്കുന്നത്. ആ നാടകം ഏത് നാടകം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ സമിതിയാണ്. ആ സമിതി തീരുമാനിക്കുകയും എന്നിട്ട് ഒരു ഡയറക്ടറൊക്കെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ പ്രൊഫഷണൽ നാടകത്തിലെ മറ്റ് നാടകങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴും ഇപ്പോൾ OB വിജയൻ്റെ സാറിൻ്റെ കൃതിയാണ് നാടകമാക്കിയിട്ടുള്ളത്. അപ്പോൾ അമേച്ചറിലും അങ്ങനെയാണ് ഒരുപാട് നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ നാടക രീതിയിൽ വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാരിങ്ങനെ ചോദ്യം ചെയ്തത്. ഇപ്പം തന്നെ നമ്മുടെ മുച്ചിട്ട് കളിക്കാരൻ്റെ മകൻ എന്ന് പറയുന്ന നാടകമുണ്ട്. ആ നാടകം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പുതിയ വ്യാഖ്യാനം കൊടുക്കുന്നതിൽ തെറ്റില്ല തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പുതിയ കൃതികൾ ഉണ്ടാവണം, പുതിയ ആലോചനകൾ ഉണ്ടാവണം, പുതിയ ചിന്തകൾ ഉണ്ടാവണം. അത് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. എന്നാലും നാടകത്തിൻ്റെ ഒരു രംഗപാടെന്നുള്ളത് പുതിയൊരു സ്ക്രിപ്റ്റ് തന്നെയാണ്, നോവലിൽ നിന്ന് മാറിയൊരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം എൻ്റെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഞാൻ ഇപ്പൊ വടകര ഇരിക്കുന്നത് കൊണ്ട് പറയാണ്. ഇപ്പൊ വടകരയിൽ വളരെ പ്രധാനപ്പെട്ട വടകരയല്ല, കേരളത്തിലെ മലയാളത്തിൽ പ്രധാനപ്പെട്ട ഒരു കവിയാണ് വിമീഷ് മണിയൂര്. അദ്ദേഹം ഇപ്പോൾ നാടകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാടകങ്ങൾ എഴുതുന്നു, KPSCക്ക് വേണ്ടി എഴുതുന്നു. അതൊക്കെ സ്വതന്ത്രമായ സ്ക്രിപ്റ്റ്. ഏറ്റവും പുതിയ തലമുറ നാടകത്തോട് എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് എനിക്ക് വടകരയിൽ നിന്ന് പറയാനുള്ള ഒരു ഉത്തരമായിട്ട് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരുന്നത് എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഒരാള് പിന്നിൽ നിന്ന്. നമസ്കാരം, ഞാൻ നിഷ ഒഞ്ചത്താണ്. 10 തിരക്കഥാകൃത്തുകൾ എഴുതുന്നത് ഒരേ സംഭവം, ഒരേ നോവൽ വെച്ചിട്ട് എഴുതുന്ന സംഭവം 10 തരത്തിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ 10 തരത്തിലാവട്ടെ. പക്ഷേ ഒരു നോവൽ വെച്ചിട്ട് ഒരു തിരക്കഥ എഴുതുമ്പോൾ അതിലുള്ള ബോൺ കഥാപാത്രത്തിൻ്റെ സ്വഭാവം മാറിപ്പോകുന്നത് മോശമല്ലേ?
ആ സ്വഭാവത്തിൽ പിന്നെ അയാൾക്കൊരു നട്ടലുണ്ട്. പക്ഷേ നാടകമായി വരുമ്പോഴത്തേക്കും അത് മാറിപ്പോകുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ പുതിയൊരു കഥ എഴുതി തനിമയോടെ എഴുതുന്നതാണെങ്കിൽ ഓക്കെ, അതിനൊരു സ്വഭാവമുണ്ട്. പക്ഷെ ഇവിടെ എഴുതി വെച്ച ഒരു സംഭവം മാറ്റി എഴുതുമ്പം മോശമല്ലേ? അല്ല, അങ്ങനെ ഏതെങ്കിലും നാടകം തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പേ ഇവിടെ ഒരു ഉമ്മാച്ചു നാടകം കളിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഉമ്മാച്ചുവിൻ്റെ സ്വഭാവമേ അല്ല അവതരണത്തിൽ വന്നപ്പോൾ കണ്ടത്. അപ്പം ഞാൻ പറയുന്നത്, എത്ര പേര് ഈ നാടകം കാണുന്നുണ്ട്? നാടകം എന്തിനാണ്? നാടകം കാണാനുള്ളതാണ്. പ്രേക്ഷകരും ആയിട്ടുള്ള നേരിട്ട് സംവാദം നടക്കുന്നത്, അതാണ് നാടകം. ആ നാടകം പ്രേക്ഷകർക്ക് കാണുന്നില്ലെങ്കിൽ അത് നാടകമാണോ? NN പിള്ള പറഞ്ഞതുപോലെ പിന്നിലൊരു മറയും മുന്നിലൊരു തറയും മുമ്പിൽ നിങ്ങളും, അങ്ങനെ ഒരു നാടകം ഉണ്ടായിക്കൂടെ? KT മൂത്ത് അവസാന കാലത്ത് പറഞ്ഞത്, എനിക്ക് തുറന്ന വേദിയിൽ ഒരു കർട്ടനും ഒരു ലൈറ്റും ഇല്ലാതെ, കണ്ണൻ ജപിക്കുന്ന ലൈറ്റുകൾ, ലൈറ്റല്ല, നാടകം കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ നാടകം ഉണ്ടായിക്കൂടെ? ഈ 25 ലക്ഷവും 50 ലക്ഷവും ചെലവ് ചെയ്ത നാടകങ്ങൾ എന്താ? 25 ലക്ഷവും 50 ലക്ഷവും അവിടെ നടനില്ല. നിങ്ങൾ പറയുന്ന സംവിധാനമാണ് പ്രധാനിയെന്ന്. അത്തരം നാടകങ്ങളിൽ എത്ര നടന്മാരുണ്ട്? സംവിധായകന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറെ കഥാപാത്രങ്ങളെ രംഗത്തുകൂടി അവതരിപ്പിക്കുകയാണ്. ഇതൊരു ചോദ്യമായിട്ട് ഉയർത്തി ഇവരോട് ചോദിക്കാവുന്നതാണ്. അല്ല, ഞാൻ പറയുന്നതാണ്, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞ KT പറഞ്ഞതുപോലെ, NN പിള്ള പറഞ്ഞ പോലെ നടനിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നാടകം നടത്തണം. വളരെ പറ്റുന്ന കാര്യമല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് അതായത് ഒരു കലയെ സംബന്ധിച്ച് പലതരം പ്രേക്ഷകരാണ്. ഇതേ ചോദ്യം നിങ്ങൾക്ക് ആൾബലത്തിനനുസരിച്ച് ഒരു കലയെ നിങ്ങൾ നോക്കിക്കാണണം എന്ന് ഒരു വിശദീകരണത്തിന് നിങ്ങൾ കൈയടിക്കുകയാണെങ്കിൽ, അടൂരിന്റെ കാണികളാരാണ്, സത്യത്രയുടെ കാണികളാരാണ്, അവർ കലയിൽ ഉണ്ടാക്കിയത് എന്താണ് എന്ന ചോദ്യത്തിൽ നിങ്ങൾ ഏത് കളത്തിൽ പോയി നിൽക്കും എന്നൊരു ചോദ്യം ബാക്കിയുണ്ടാകും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൾബലത്തിന്റെ അനുസരിച്ചല്ല ഒരു ആർട്ടിന്റെ വാല്യൂ നിർണയിക്കപ്പെടേണ്ടത് എന്നുകൂടി ഒരു മോഡറേറ്റർ എന്ന നിലയിൽ എനിക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ അതിനെ ആ ഒരു ബഹുതല സ്പർശിയായ നിലയിലാണ് ഇതിനെയൊക്കെ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് എന്ന നിലയിൽ കൂടി നോക്കിക്കാണുന്ന ഒരു ഡെമോക്രസിയാണ് കുറച്ചുകൂടി കലയോട് ആളുകൾക്കുണ്ടാകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. സർ, ഇവിടെ നാടകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് നല്ല ഗഹനമായ ചർച്ചയാണ് നടക്കുന്നത്. നന്നായി. ഇവിടെ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നടൻ, ഇവരൊരു കലാകാരനോടൊപ്പം തന്നെ ഒരു ജീവസന്ധാരണത്തിൻ്റെ മാർഗം കൂടിയായിരിക്കാം ഒരുപക്ഷെ ഈ നാടകവും സംവിധാനവും ഒക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വെളിച്ചത്തിൽ നാടകത്തിൻ്റെ സാങ്കേതികത്വത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഭാവപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. സാങ്കേതികതയ്ക്ക് കൂടി കുറച്ച് ഊന്നൽ കൊടുത്ത് നമ്മൾ സംസാരിക്കേണ്ടതായിരുന്നു, അത് കണ്ടില്ല. അപ്പോൾ അത് നമുക്ക് പോട്ടെ. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഒരു കലാകാരൻ ഒരു ജീവിക്കാൻ കഴിയുന്ന ഈ രംഗത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സംവിധായകന് സുരക്ഷിതമായ ഒരു ജീവിതം, അല്ലെങ്കിൽ നടന് ഇത് സ്ഥിരമായിട്ടുള്ളൊരു തൊഴിൽ പോലെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ശോഭനമായ ഒരു രംഗമായി ഇപ്പോഴത്തെ ഈ നാടകവേദി നിലനിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പം ഗഹനമായ ചർച്ചകളൊക്കെ നടത്തി, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നാടകത്തിൻ്റെ ഭാഗമാകണം, അത് ടെക്സ്റ്റ് ആകണം, സിലബസ് ആകണം, അത് നമ്മൾ ഉന്നതിയായി കൊണ്ടുപോകണം, ഒക്കെ ശരിയാണ്. പക്ഷേ നിലനിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ജീവസന്ധാരണത്തിനുള്ള വഴി കൂടിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? പരിചയസമ്പന്നനായ സംവിധായകൻ എന്ന നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. ഇത് രണ്ട് രീതിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ പലതരത്തിൽ അവർ ഈ നാടകം കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉപജീവനമാർഗമൊക്കെ നടത്തുന്നത്. പക്ഷേ നാടകത്തിൽ പൊതുവെ ഉപജീവനം എന്നുള്ളതിലപ്പുറം അവർ നാടകത്തെ സ്വീകരിക്കുന്നത് വേറെ രീതിയിൽ ആയിരിക്കും എന്ന് തോന്നുന്നു. വേറെ പലതരം ജോലി ഉണ്ടാവാം, പക്ഷേ ചില നാടകം തിരഞ്ഞെടുക്കുന്നത് അവർക്കൊരു അത്ര ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും നാടകം തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ നാടകത്തിൽ നിന്നൊക്കെ സിനിമയിലേക്ക് പോയി സിനിമയിൽ നിന്നൊക്കെ പറയുന്നത് കേൾക്കാം, പലരും പറയുന്നത് കേൾക്കാം, നാടകം കളിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ ഈ നാടകം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സയൻസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നൊരു ആംബിയൻസ് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു നാടകത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ നാടകത്തോട് ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതിൻ്റെ ഇത്രയും വളരെ സയൻറ്റിഫിക്കായി ശരീരം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? നമ്മളെ ഇമോഷൻ, നമ്മളെ എല്ലാ രീതിയിലും അഭിനയിക്കുമ്പോൾ
ഒരു നടൻ എന്നുള്ള രീതിയിലാണ് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത്. ഡയറക്ടർ എന്ന് പറയുന്നത് ഡയറക്ടർ മാത്രമൊന്നും പോരല്ലോ നാടകത്തിൽ. ഒരു വിജയനായിട്ട് പറഞ്ഞതുപോലെ ഇപ്പം നടൻ വേണം, നല്ല ടെക്സ്റ്റ് വേണം, നല്ലൊരു രചന ഇല്ലെങ്കിൽ ആർക്കും ഒരു നല്ല നാടകം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ നാടകത്തെ പൊതുവേ നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ കല എന്നൊക്കെ പറയാം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നല്ല നാടകങ്ങൾ ഉണ്ടാവുക എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഒരു കട്ടം പൊക്കേണ്ട ആൾ കട്ടം പൊക്കിയില്ലെങ്കിൽ നാടകം പൊളിയില്ലേ? അല്ലെങ്കിൽ ഒരു സാധനം എടുത്ത് ഒരു പ്രോപ്പർട്ടി മാനേജർ ഒരു പ്രോപ്പർട്ടി എടുത്തു വെക്കേണ്ടത് അത് കൃത്യമായി എടുത്തു വെച്ചില്ലെങ്കിൽ ആ നടൻ അഭിനയിക്കാൻ പറ്റില്ല. ഒരു നല്ല നടന് നല്ല റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ കലയല്ല, ഇതൊരു കൂട്ടായ കലയാണ്. നാടകത്തിന് മാത്രം എല്ലാവരും കൂട്ടായി നിന്നാൽ മാത്രമേ ഒരു നല്ല നാടകം ഉണ്ടാക്കാൻ പറ്റൂ. അതിനോടുള്ള എൻ്റെ ഒരു അഭിപ്രായം കൂടി, നിങ്ങളെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ ഒരു മനോഹരന് 365 ദിവസവും നാടകവുമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എപ്പോൾ വിളിച്ചാലും ഏതെങ്കിലും നാടക ക്യാമ്പിലായിരിക്കും. നിങ്ങളുടെ പ്രതിഭയാണ് നിങ്ങളുടെ ഉപജീവനമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതിന്റെ പിന്നിൽ. ആ പ്രതിഭയുണ്ടെങ്കിൽ തീർച്ചയായും ഈ 365 ദിവസവും അത് നാടക പ്രവർത്തകനായിട്ട് വർഷങ്ങളായി ഒരു 4 നൂറ്റാണ്ടിന് മുകളിലെങ്കിലുമായി ജീവിക്കുന്ന കേരളത്തിലെ ഒരാളോടാണ് ഈ ചോദ്യം എന്നുള്ളത്. ഇനി എന്നെ സംബന്ധിച്ച് അത് പ്രതിഭ കൊണ്ടാണ് ഒരാൾ തൻ്റെ ഉപജീവനമാക്കി അതിനെ നിലനിർത്തുക. അതിൽ നമുക്ക് അഭിമാനകരമായി നിൽക്കാവുന്ന ഒരാൾ കൂടിയാണ് മനോഹരൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പണ്ട് മുമ്പ് ഞാനൊക്കെ നാടകത്തിന് പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ചോദിക്കായിരുന്നു, ഇത് അല്ല നിങ്ങൾ ഇതിനു പോകുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ചോദിക്കുന്ന ആൾ ഒരു ജോലിയും ചെയ്യാത്ത ഒരാളാണ് എന്നോട് ഇത് ചോദിക്കുന്നത്. ഞാൻ അത്രയെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. അത് പൊതുവെയുള്ള ചോദ്യമാണ്. അതായത് ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നല്ല, നമുക്ക് പലതും അതിജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. പല പ്രശ്നങ്ങളെയും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് നാടകത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ലാസ്റ്റ് ചോദ്യം. നമസ്കാരം. എന്തായാലും നമ്മൾ ഈ ദീർഘമായ ഈ ഒരു സെഷൻ അവസാനിക്കാൻ പോകാൻ പോവാണ്. അവസാന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളെന്തായാലും കുട്ടികളിൽ നിന്ന് തുടങ്ങിയല്ലോ, കുട്ടികളിലാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികളുടെ നാടകത്തിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം കുട്ടികളുടെ നാടകം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ തലത്തിലുള്ള സബ് ജില്ല സ്റ്റേറ്റ് വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്ന മത്സര വേദികളാണ്. നമ്മളൊക്കെ നമ്മളൊക്കെ ജില്ലയായാലും സ്റ്റേറ്റിലൊക്കെ പോയി കുട്ടികളുടെ നാടകം കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഈ കുട്ടികളുടെ നാടകങ്ങൾ അനവരകമായ ഒരു പ്രവണതയിലേക്ക് നീങ്ങുകയാണ്. അത് അധ്യാപകർ തമ്മിൽ, ജഡ്ജിമാർ തമ്മിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രവണതയിലേക്ക് നീങ്ങുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു പേഴ്സണലായ ഒരു സംഭവമാണ്, ഈ നാടകത്തിൻ്റെ ഈ ഒരു അനാരോഗ്യതയ്ക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ എന്തെങ്കിലും സർക്കുലറിൽ മാറ്റം ഉണ്ടാക്കുകയും അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ചോദിക്കുന്നത്. കാരണം സ്കൂൾ നാടകങ്ങൾ ഒരുപാട് ചെയ്ത മനോഹരൻ എന്ന സംവിധായകനാണ്. അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും സർക്കുലറിൽ മാറ്റം ഉണ്ടാക്കിയാൽ ഈ പ്രവണത മാറ്റാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. യുവജനോത്സവത്തിന് ഈ ജഡ്ജ്മെന്റ് ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അത് ഒരു മത്സരമായതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ സംഭവം മത്സരം മാത്രമല്ല, മറ്റുള്ള കുട്ടികളെ പരിഗണിക്കാത്തതുകൊണ്ടാണ്. ആർക്ക് ഫസ്റ്റ് കിട്ടിയാലും അത് കുട്ടികൾക്കാണ് കിട്ടുന്നത്. ആ കുട്ടികൾ ഏത് സ്കൂളായാലും അത് കുട്ടികളാണ്, എല്ലാം കഴിവുള്ളവരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് നമുക്ക് തന്നെ കിട്ടണമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് മത്സരം, പിന്നെ മത്സരത്തിൻ്റെ ഒരു സ്വഭാവവും ഒക്കെ ഒരു ഈ പറയുന്നത് പോലെ ഈ പൈസേൻ്റെ കാര്യമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടാവാം. പക്ഷേ കുട്ടികളെ നാടകവേദിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിരന്തരമായിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം നമ്മൾ നാടക സ്ഥലത്ത് അങ്ങനെ വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് നാടകം അങ്ങനെ ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് വിധി നിർണ്ണയിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഞാൻ വിധി നിർണ്ണയിച്ച ഒരു നാടകം വേറൊരാൾ വിധി നിർണ്ണയിക്കുമ്പം അത് വിധി മാറാം. നാടകം ഈ കലയ്ക്ക് ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ നമുക്ക് ഓടുന്ന ഒരാളെ പിടിച്ചാൽ മതി, ആ ഫിനിഷിംഗ് പോയിന്റ്. ഈ കലയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവ് പോലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് വ്യക്തികൾക്കനുസരിച്ച് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് മാറും. അതുകൊണ്ട് ആ നാടകം ഒരിക്കലും സെക്കൻഡ് കിട്ടുന്ന നാടകം മോശമാവുന്നില്ല, 3-ാം സ്ഥാനം കിട്ടുന്ന നാടകം മോശമാവുന്നില്ല, 4-ാം സ്ഥാനം കിട്ടുന്ന അവിടെ കളിച്ച ഒരു നാടകവും മോശമാവുന്നില്ല. ഓരോ നാടകത്തിനും അതിൻ്റേതായ ഒരു കാര്യം സത്യസന്ധമായി പറയാനുണ്ട്. അതുകൊണ്ട് ആ മത്സരത്തിലപ്പുറം നാടകം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനോഹരൻ പറഞ്ഞ ആ വാക്കിനകത്ത് നിന്ന് ഒരു വാക്ക് എടുത്തുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ആരുടെയും വിധി അന്തിമമല്ല, പല വിധികളാണ് ചരിത്രത്തെ നിർണയിക്കുന്നത്. തീർച്ചയായും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കേരളത്തെ ആധുനികവൽക്കരിച്ചത്, പൊളിറ്റിക്കലി സാക്ഷരരാക്കിയത് തീർച്ചയായും നാടകങ്ങൾ കൂടിയാണ്. നമ്മുടെ രാഷ്ട്രീയവൽക്കരണത്തിൽ അല്ലെങ്കിൽ നാം എത്രത്തോളം രാഷ്ട്രീയമായി ആഭിമുഖ്യമുള്ള ഒരു ജനതയായി മാറുന്നുവോ, അല്ലെങ്കിൽ അത്
ആ മാറ്റത്തിന് വലിയ പിൻബലമായി, ഇന്ധനമായി നാടകം പല രൂപങ്ങളിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ സംഭാഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഈ നാടകത്തിന്റെ വ്യതിയാനങ്ങൾ എന്ന ഒരു ശീർഷകത്തിന് ചർച്ചക്കെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. ഈ സെഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഇത്രയും നേരം ഒരു സാന്നിധ്യമായിട്ട് ഈ നാടക സ്നേഹികളായി മുന്നിലിരുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. കടത്തനാട് ഫെസ്റ്റിൻ്റെ 2ാം ദിവസമായ ഇന്ന് നാടകത്തിലെ വ്യതിചലനം എന്ന വിഷയത്തെപ്പറ്റി വളരെ ഗഹനമായ ചർച്ചകൾ സംഘടിപ്പിച്ച, ഇതിൽ പങ്കെടുത്ത് സംസാരിച്ച മനോജ് നാരായണൻ സാറിനും അതേപോലെ തയ്യുള രാജൻ സാറിനും ഇതിൻ്റെ മോഡറേറ്ററായ ഗോപിഷ് വി കെ എന്നിവർക്കും കടത്തനാട് പ്രസിഡന്റ് ഹാർദമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.